Hello, Jinsha. കേൾക്കുന്നില്ലേ മാം? ഇപ്പൊ കേൾക്കാം ജിൻഷ. ഓക്കെ. ജിൻഷ റിവ്യൂ സ്റ്റാർട്ട് ചെയ്തോളൂ. Okay. Good morning to all. കഴിഞ്ഞ ക്ലാസ്സിൽ കൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു ലോവൽമാൻ സർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം സർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് തന്നുള്ളൊരു അതിൽ തന്നെ നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ we need to analyze the classification of property. So first ഒരു ഡയഗ്രാം നമുക്ക് നോക്കാം. ഇതിനകത്ത് അതെ സർ. ജിൻഷ സ്ലൈഡ് ഹലോ, ഷോ ഉണ്ടോ? കേൾക്കാം സർ. ജിൻഷയുടെ കയ്യിൽ സ്ലൈഡ് ഷോ ഉണ്ടോ? ഹലോ ജിൻഷ, സ്ലൈഡ് ഷോ ഉണ്ടോ ജിൻഷയുടെ കയ്യില്? ജിൻഷ സ്ലൈഡ് ഷോ പ്രസന്റ് ചെയ്യുന്നുണ്ടോ? ഹലോ, സ്ലൈഡ് ഷോ സർ ജിൻഷ ചെയ്യുന്നുണ്ട്. ഓക്കെ ഫൈൻ ഇപ്പഴാ വരുന്നത്. ഓക്കെ സ്ലൈഡ് ഷോ ഇതിനകത്ത് ഇല്ല. ഓക്കെ ശരി. യു ഹാവ് നോട്ട് പ്രിപ്പയർഡ് അല്ലേ? അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. സന്ദീപ്, ആ സ്ലൈഡ് ഷോ പ്രസന്റ് ചെയ്യൂ. അവരോട് ആ കുട്ടിയോട് സ്ലൈഡ് ഷോ പ്രസന്റ് ചെയ്യാൻ പറയൂ. ഓൾറെഡി സ്ലൈഡ് ഷോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ കുട്ടി സ്ലൈഡ് വരുന്നില്ലേ സർ? ഇല്ല, പ്രസന്റിംഗ് എന്ന് വരുന്നുണ്ട് ജിൻഷ. അത് ആ പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാമോ? വന്നു. യെസ്, ഇറ്റ് ഈസ് ദേർ ജിൻഷ, ഇറ്റ് ഈസ് ദേർ. വന്നിട്ടുണ്ട്. ഓക്കെ, വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദേർ. ഐ തിങ്ക് എവറി വൺ ക്യാൻ സീ ഇറ്റ്. നേരത്തെ വന്നിട്ടില്ലായിരുന്നു, ഐ ബിലീവ്. Now I believe we can start. Okay. ജിൻഷ കണ്ടിന്യൂ ചെയ്തോളൂ. ഇപ്പൊ എല്ലാവർക്കും സ്ലൈഡ് കാണാം. കണ്ടിന്യൂ ചെയ്തോ. സ്ലൈഡിലാണ് കിടക്കുന്നത്. ഇപ്പൊ മറ്റേ ഫ്രണ്ട് പേജില്ല, സ്ലൈഡിന്റെ ഫ്രണ്ട് പേജിലായിരിക്കുന്നത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ. Okay. Just 1 minute. ജിൻഷ, അത് ഡൗൺലോഡ് ചെയ്തിട്ട് കാണിക്കുന്നതായിരിക്കും നല്ലത്. ഐ ബിലീവ് യു ആർ ട്രൈങ് ടു ഓപ്പൺ ഇറ്റ് ഫ്രം ദ ബ്രൗസർ ഇറ്റ്സെൽഫ് അല്ലേ? PDF അല്ലാതെ ഇപ്പം സ്ലൈഡ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ട്രൈ ടു പ്രസന്റ്.
I think Jinsha has left the meeting. എന്തോ ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 2 minutes ഒന്ന് വെയിറ്റ് ചെയ്യാം. Okay, sir. Let's wait for 2 minutes. Sure. She'll join. ഞാൻ തന്നെ ചെയ്താൽ മതിയോ? റീക്യാപ്പ്. ഷെറിൻ, എനിക്കൊന്ന് ഇമെയിൽ ചെയ്യാമോ ജിൻഷയുടെ സ്ലൈഡ്? I will try to present it. Okay, sir. ചെയ്യാം. Yes, Ginger. PPT share ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അത് ലോഡിങ്ങിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും. അല്ല, അത് കുഴപ്പമില്ല. ഇയാള് പ്രസന്റ് ചെയ്തോളൂ. നമുക്കത് സന്ദീപ് പവർ പോയിന്റ് ഷെയർ ചെയ്തോളൂ. ജിൻഷ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ.
പവർ പോയിന്റ് സന്ദീപ് സാറ് ചെയ്തോളൂ. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ജിൻഷ Okay, sir. ജിൻസിയ സ്റ്റാർട്ട് ചെയ്തോളൂ. ജിൻസിയ പവർ പോയിന്റ് വന്നോളും, പുറകിൽ നിന്ന് വന്നോളും. Okay, sir. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. Audible ആണ്. ഷെറിൻ മാം ഓഡിബിൾ ആണ് ജിൻഷ. യു ആർ ഓഡിബിൾ. കൂൾ, യു ആർ ഓഡിബിൾ. Okay. Okay. Next slide ചെയ്യൂ sir. Okay. Fine, sir. Sorry for. Hello. Good morning. ഹലോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂടെ പ്രോബ്ലം കൊണ്ടായിരിക്കാം ഞാൻ ഷെയർ ചെയ്തിരുന്നു, പക്ഷെ അത് സക്സസ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹലോ. ഓക്കെ അല്ലേ? ജിൻഷ, യു ആർ ഓഡിബിൾ. എന്തെങ്കിലും You're audible and now it's visible. Okay, thank you, sir. സോ നമ്മൾ പ്രോപ്പർട്ടിയുടെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രോപ്പർട്ടീനെ ടാഞ്ചിബിൾ എന്നും ഇൻടാഞ്ചിബിൾ എന്നും ക്ലാസിഫൈ ചെയ്തു. അതിൽ ഇൻടാഞ്ചിബിൾ എന്നതിനകത്ത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു സബ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് വരുന്ന ക്ലാസിഫിക്കേഷൻസിനകത്ത് വരുന്നതാണ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആസ്പെക്ട്സ്, കോപ്പിറൈറ്റ് റിലേറ്റഡ്, പാറ്റന്റ് റിലേറ്റഡ്, ഡിസൈൻസ്, ട്രേഡ് മാർക്ക് ആൻഡ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് എന്നിവയെല്ലാം. ഇപ്പൊ നമ്മുടെ ഓവറോൾ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആയതുകൊണ്ട് അതിനകത്ത് വരുന്ന കണ്ടന്റ്സിൽ വരുന്നതാണ് പേറ്റന്റ്, കോപ്പിറൈറ്റ്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, ട്രേഡ് മാർക്ക് എക്സെട്ര. സോ നമുക്ക് ഇതിന്റെ ഒരു ടോട്ടൽ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോവാം. എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഗിവൺ ടു എ പേഴ്സൺ. സർ സ്ലൈഡ് ഒന്ന് ചേഞ്ച് ചെയ്യാവോ?
ജിൻഷിയുടെ മൈക്രോഫോൺ ഓഫ് ആണെന്ന് തോന്നുന്നു. സാർ എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ തോന്നുന്നു. ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, I think everyone can see it. As you go, I will try to change it. Okay. Yeah. Continue. This is visible. With can you please continue without the slide? I will try to follow as we go. Okay. And also try to finish very fast. നമുക്ക് സമയം കുറച്ച് നഷ്ടപ്പെട്ടു. Can you shorten it up to 5 minutes? Jinsha. Actually, Sandeep sir, Jinsha പറയുന്നു ജിൻഷിക്ക് നല്ല നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട് അവിടെ. സോ ജിൻഷിയുടെ ഒരു ക്ലാസ്സിന്റെ എൻഡിൽ മതിയാകുമെന്ന് ചോദിച്ചു. നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരിക്കും. അല്ല, അത് കുഴപ്പമില്ല. അത് പ്രശ്നമില്ല. നമുക്ക് ഈ സ്ലൈഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ. Okay, sir. I will do it myself. I will give a recap for 5 minutes. Then I'll continue with the next. Is it all right? Okay, sir. സഫി സാർ അങ്ങനെ മതിയാവും സാർ. ലോവൽമൻ സാർ തന്നെ റീക്യാപ്പ് ചെയ്ത്. മതി. ഓക്കെ സർ. Sorry for the inconvenience, sir. She had some network issues. No, I'm not an outsider. Don't be soft. So a very good morning to everyone. I hope I am audible now and I am visible. I'll just put up my slide. I'll take a few seconds, that's all. Is the slide visible? Yes, sir. It's visible, sir. Yes, sir. Okay. Thank you so much. So very good morning to everyone. My friend Safi sir and the scholars who are attending the program. The cream group to whom I am going to talk. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. By the way, Safi sir, do we have non-Keralites as participants? No, sir. No, sir. Okay, that's fine. Okay, it's okay. So it's long since we met. അതിനിടെ ഒരു long break വന്നു. എങ്കിലും I hope you remember what we discussed in intellectual property rights. I'll just flip through the slides which we discussed so that you can recollect it. We'll do the, it will serve the purpose of recap. So these are the slides we went through. We just talked about assets, because ultimately intellectual property is not just a legal concept. It is a legal conceptualization of an economic thing, commercial thing. And we looked at this particular picture, which conveyed a lot of meaning to us, because it is an idea which has some value, economic value, that is useful in intellectual property. It is a propertization of ideas that we get to see. So using an idea which is useful in the commercial world and also to the society, that is the whole idea of intellectual property rights. And then we made a list of intellectual property rights. We understood that when we say intellectual property, we are not talking about just one item of property. There are as many as 8 items of property, and the 8 items are as listed out, and as you can see in the screen: patent and trademark, designs, industrial designs, copyright, semiconductor chip protection or IC chip protection, land varieties, GI or geographical indication, and trade secret. These are the 8 items, and it is not just one item. It is
intellectual property takes within its fold as many as 8 items. We understood it. Then we went to each one of these, or rather, we understood the subject matter of each one of these. And as far as patent is concerned, it is invention. We understood it, and we have a law in the year 1970. And as far as industrial design is concerned, we have Designs Act 2000, and it is aesthetic design. മനോഹരമായ ഒരു ഡിസൈനാണ് ഇൻഡസ്ട്രിയൽ ഡിസൈനിന്റെ കാര്യത്തിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആൻഡ് പ്ലീസ് ഡു അണ്ടർസ്റ്റാൻഡ് ബിഹൈൻഡ് ബോത്ത് ഇൻവെൻഷൻ ആയി കഴിഞ്ഞാലും ഡിസൈൻ ആയി കഴിഞ്ഞാലും കോപ്പിറൈറ്റ് ആയി കഴിഞ്ഞാലും behind all these you have ideas and intellectual labor to translate these ideas into something useful. And intellectual propertization ഒരു intellectual labor ഉണ്ട്, അതുകൂടാതെ ഇൻവെസ്റ്റ്മെന്റ്, അത് എല്ലാത്തിലും നമുക്ക് കാണാം, അത് കാണാമെന്ന് നമ്മൾ മനസ്സിലാക്കി. And as far as copyright is concerned, what we protect is literary and artistic work. I've got some pictures. I had some pictures which is available now also, which are contextual. And as far as copyright is concerned, these are the subject matters of copyright: literary work, artistic work, dramatic work, musical work, sound recording, cinematography. And there is a law in the year 1957, Copyright Act 1957. Then we have goodwill coming in. Goodwill is the subject matter of trademark, and we have a trademark law, Trademark Act 1999, and the law previous to this. Law previous to 1999 Act was Trade and Merchandise Mark Act 1958, and what we protect there, the valuable subject matter there is the goodwill or the reputation or distinctiveness, whatever you call it as. Then we have semiconductor chip protection, wherein you have electronic innovations. This is known as semiconductor chip protection or IC chip protection. We have a law in the year 2001 for this. Then we have plant variety protection, the Protection of Plant Varieties and Farmers' Rights Act. There are two sets of people who are protected under this. Those are breeders and farmers. And you have a law, 2001 law, dealing with plant varieties. And then you have geographical indication, GI. You have got so many examples for that. What is protected under GI is things like Aramula mirror or Darjeeling tea. So an important point that should be mentioned here is that this is a group right. The growers of Darjeeling tea or the makers of Aramula mirror or growers of Palakkad and Matta, all these people are entitled for protection as a group. They will be registered users of geographical indication, and more than one person will be entitled to use of geographical indication. That's a notable point. It's a distinctive feature of geographical indication. And then you have we had trade secrets. As far as trade secret is concerned, we do not have a law as such. We do not have a statute which is passed by the parliament. We also do not have case laws laying down the law. So there is a legal vacuum. There is no proper common law for this. There is no statute also. But what is being protected is commercial secrecy of any nature. It could be scientific or even otherwise. The best example we can have is Coca-Cola. Since 1886, Coca-Cola formula is kept as a secret, and because of that, Coca-Cola has some commercial edge. These were the points we mentioned as far as nature of intellectual property is concerned. Then we had a look at this. We were having a look at the commercial importance of intellectual property. We were having a look at some of the data. I don't want to spend much more time on that. We have because of the technical issues, we have lost some time already. Then we also had a look at these kinds of things, which will indicate that intellectual property has an international dimension, and also the fact that intellectual property has commercial dimension. Because though the actual the situation is this, though we have lost the protection of intellectual property rights, the intellectual property rights has got more commercial angle, or just to regulate commercial activities and commercial competition. We have a legal framework, or rather intellectual property is to be understood in more from commercial angle. So we had a look at these things like IP valuation, IP audit, IP accounting,
Mr. Ransi was raising a question, what is the difference between audit and accounting? I think Ransi is still there. Has he joined? Is he there? Okay. We were looking at all this, and I think in the last class when we wound up, I was talking about the importance of WTO, GATT, and TRIPS agreement in the context of intellectual property rights. അവിടെയല്ലേ നമ്മൾ നിർത്തിയത്? Do you remember? Can somebody respond to this, please? Hello? Anybody? To my memory. അവിടെയല്ലേ നമ്മൾ നിർത്തിയത്? Yes, sir. Yeah, it is there that we had stopped. And we were just trying to make sense of the importance of WTO or GATT agreement and TRIPS agreement in the context of intellectual property. Rather, I would say that intellectual property has become important as subject matter for many matters. നമ്മളിപ്പോഴും ഒരു UGC നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയി മാറിയത്. ഇതിന്റെ മുന്നത്തെ കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. അല്ലെങ്കിൽ LLB പോലെയുള്ള സബ്ജക്റ്റിന് ഒരു കമ്പൽസറി അല്ലെങ്കിൽ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ടെങ്കിലും മാറിയത്. അല്ലെങ്കിൽ പലപ്പോഴും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് ഒരു പ്രാധാന്യം വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം it is the WTO and the Indian membership of WTO. ഇന്ത്യ WTO മെമ്പർ ആവുമ്പോൾ India has to subscribe to all the multilateral treaties of WTO. ആ multilateral treaties ആണ് നമ്മൾ GATT agreements എന്നൊക്കെ വിളിക്കുന്നത് പ്രധാനമായിട്ടും. ആ ട്രീറ്റീസിന്റെ മെമ്പേഴ്സ് ആയി കഴിയുമ്പോൾ നമ്മൾ we need to be part of TRIPS agreement also, as you can see on the screen. TRIPS agreement, trade related aspects of intellectual property rights. അതാണ് ട്രിപ്സ് അഗ്രിമെന്റിന്റെ എക്സ്പാൻഷൻ. സാധാരണ രീതിയിലുള്ള എക്സ്പാൻഷൻ അല്ല, അതൊരു നമ്മളെ UGC നെറ്റിനൊക്കെ ഒരു എന്താണ് പിന്നെ നമ്മുടെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരികയാണെങ്കിൽ പോലും ഇതിന്റെ എക്സ്പാൻഷൻ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. സോ പ്ലീസ് ഡു കീപ് ഇൻ മൈൻഡ്. TRIPS agreement is the multilateral treaty. You might already know that multilateral treaty dealing with intellectual property rights under WTO framework, and we are subscribers to it, and it is under TRIPS agreement that we are supposed to protect as many as 8 items of intellectual property rights, which we are doing in India. And it is because of this also that intellectual property rights has become an important subject matter for studies, for discussion, for companies, all this. So in India, it has become important because of this factor. And there are UNCITRAL guide, etc., which are dealing with this. So I don't want to spend much time on that. And now I'll be spending some time on this, how intellectual property rights is held, because we need to understand the nature of intellectual property rights. So how is IP held? The idea here is മറ്റേതൊരു പ്രോപ്പർട്ടിയും മറ്റേതൊരു അസറ്റും ഹോൾഡ് ചെയ്യപ്പെടുന്ന രീതിയിൽ, അതൊരു മൂവബിൾ പ്രോപ്പർട്ടിയോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയോ ടാഞ്ചിബിൾ പ്രോപ്പർട്ടിയോ ഒക്കെ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചും there are holders of intellectual property or owners of intellectual property. We need to have an understanding about how intellectual property rights are held. എല്ലാം ഒരു സിംഗിൾ ഐറ്റം ആയിട്ടാണോ എങ്ങനെയാണോ എന്നുള്ളതിനെ കുറിച്ചൊരു ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവേണ്ടത് ആവശ്യം. We need to have that commercial angle of intellectual property rights. We also need to have the international dimension of intellectual property rights. ഇതിനകത്ത് ഇതൊക്കെ ഇന്റർനാഷണൽ ഡയമെൻഷൻ ഇല്ലാതെ ശരിക്കും നമുക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഒരു പ്രോപ്പർ പിക്ചർ you won't get. So intellectual property rights are held by an enterprise, maybe either as owned by an individual, or it could be owned by ഒരു സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡിവിജ്വൽസ് ഓൺ ചെയ്യാൻ പറ്റില്ല എന്നില്ല. പക്ഷെ ഇൻഡിവിജ്വലി ഓൺഡ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത് എന്റർപ്രൈസസ് തന്നെയാണ്. സോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓണർഷിപ്പ് ബൈ ദ എന്റർപ്രൈസ് ഓർ ഇൻഡിവിജ്വൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ കൂടുതലും എന്റർപ്രൈസസ് തന്നെയാണ്, അല്ലെങ്കിൽ കമ്പനീസ് തന്നെയാണ്, കോർപ്പറേറ്റ്സ് തന്നെയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത്. It could be either self or in-house created. ഒരു ഇൻഡിവിജ്വൽ സ്വന്തം ക്രിയേറ്റ് ചെയ്തോ
ക്രിയേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഇൻഹൗസ് ആയിട്ട് ഒരു കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്, they will have research and development wing develop ചെയ്തതായിരിക്കും. Or it could be purchased or acquired from outside. മറ്റൊരു കമ്പനിയിൽ നിന്നോ മറ്റൊരാളിൽ നിന്നോ ഒരു ഇൻഡിവിജ്വലിൽ നിന്നോ പിന്നെ വാങ്ങിച്ചതാണ്. It could be purchased or acquired. Acquisition എന്നുള്ള വാക്ക് പറയുമ്പോൾ അത് പർച്ചേസിനെ ആവണമെന്നില്ല, ഓണർഷിപ്പ് ആവണം നിർബന്ധമില്ല. There are different ways in which intellectual property can reach a corporate house or an individual. So അത് പല രീതിയിലാകാം. So intellectual property ownership ആകാം, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലും ആകാം. We'll be talking about it. So it is more held by corporates and held by individuals in less number. And it could be either self-acquired or self-created, or it could be purchased from outside. Let's think more about this. IP ഒരു പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, സിംഗിൾ ആയിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് അല്ല നമ്മൾ കാണുന്നത്. That is not at all the picture. If you see the holding of intellectual, if you think about your holding of intellectual property, if you understand the holding of intellectual property, പലപ്പോഴും it is held in portfolios. Portfolios എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു, ഒരു കുറേയധികം നമ്പേഴ്സ് ഒന്നിച്ച്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു മ്യൂസിക് കമ്പനിയാണെന്ന് വിചാരിച്ചോളൂ. മ്യൂസിക് കമ്പനി ഒരു പാട്ടിന്റെയോ അല്ലെങ്കിൽ ഒരു ഫിലിമിന്റെ മാത്രം സോങ്സ് അല്ല, ഹിന്ദി സോങ്സ് ഒക്കെ, ഹിന്ദി സോങ്സ് അല്ല ഏതായാലും they will have hundreds and thousands of films അതുമായിട്ട് ബന്ധപ്പെട്ട perhaps lakhs, perhaps thousands of സോങ്സിന്റെ പിന്നെ സൗണ്ട് റെക്കോർഡിങ്സിന്റെയും സോങ്സിന്റെയും മ്യൂസിക്കിന്റെയും ഒക്കെ പോർട്ട്ഫോളിയോ ആയിട്ടാണ്, ഒന്നിച്ചൊരു വലിയ പഞ്ചായിട്ടാണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, ഫോർ എക്സാമ്പിൾ ഇപ്പോ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഫൈസർ, വാട്ട് എവർ ഇറ്റ് ഇസ്, അങ്ങനെയുള്ള കമ്പനികൾ എന്ന് പറഞ്ഞാൽ they are not just holding one patent, they'll be holding a portfolio of patents. Portfolio എന്നുള്ളൊരു വാക്കുകൂടി നമ്മളൊന്ന് ഫെമിലറൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. Intellectual property assets are held as portfolio and less commonly as individual intellectual property rights. So that thing can be kept in mind. And an IP portfolio may have a couple of IP assets to thousands of IP assets in some cases, depending on the size, strength, area of operation and extent of operation of the enterprise. അത് നമ്മുടെ ഓരോ കമ്പനികളുടെയും വലിപ്പത്തിനും അവരുടെ പിന്നെ ബിസിനസിന്റെ നേച്ചറും അവരുടെ റീച്ചും അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക് കമ്പനി, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, ഐ ഗേവ് certain എക്സാമ്പിൾസ്. ആ രീതിയിലുള്ള പിന്നെ പോർട്ട്ഫോളിയോസ് ഉണ്ടാകാം. ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് പോർട്ട്ഫോളിയോ വിൽ ഹാവ് മോർ ദാൻ വൺ കാറ്റഗറി ഓഫ് അസെറ്റ്സ് ഇൻ ഇറ്റ്. ഒരൊറ്റ അസെറ്റ് അല്ല പോർട്ട്ഫോളിയോനകത്ത് ഉണ്ടാകുന്നത്. സാധാരണ നമ്മൾ പറയുകയാണെങ്കിൽ പലപ്പോഴും ഒരു ടാറ്റ പോലെയുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ മ്യൂസിക് കമ്പനി ആണെങ്കിൽ പോലും ഇറ്റ്സ് നോട്ട് ഓൺലി കോപ്പി റൈറ്റ് ബട്ട് ദേ വിൽ ഡെഫിനറ്റ്ലി ഹാവ് ട്രേഡ് മാർക്ക്. പലപ്പോഴും ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആണെങ്കിൽ they will have patents, they will have trademark, perhaps they will also have അവരുടെ മാനുവൽസും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കോപ്പിറൈറ്റിന്റെ രൂപത്തിൽ ഉണ്ടാകാം. ആൻഡ് they might also have trade secrets. അങ്ങനെ ഓരോ കമ്പനികളുടെ നേച്ചറിനനുസരിച്ച് ഡിഫറെന്റ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഒരു കൂട്ടം ആണ് നമുക്ക് ഉണ്ടാവുന്നത്. സോ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ദ പോർട്ട്ഫോളിയോ held by the company concerned, pharmaceutical company, musical company, whatever it is, will have more than one category of assets in it. So it will be multiple assets that they will have as part of the portfolio. And in that cases, the portfolio will be held as known as a hybrid portfolio. Hybrid portfolio എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം അസറ്റ്സ് ഹോൾഡ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ളതിനാണ് നമ്മൾ ഹൈബ്രിഡ് പോർട്ട്ഫോളിയോ. The portfolio of intellectual property held by enterprise would depend on the nature of activities and the markets in which it operates. ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെയാണ് ഏത് ആക്ടിവിറ്റിയിലാണ് അവരുള്ളത്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽസിന് ഉണ്ടാവുന്ന പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് അല്ല ഒരു മ്യൂസിക് കമ്പനിക്ക് ഉണ്ടാവും. ഒരു മ്യൂസിക് കമ്പനിക്ക് ഉണ്ടാവുന്ന പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ല ഓട്ടോമൊബൈൽ കമ്പനിക്ക് ഉണ്ടാവും. ദാറ്റ്സ് കോമൺ സെൻസിക്കൽ ആൻഡ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദാറ്റ്. അതിനനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. For example, the essential value of many technology-based firms lies in their portfolio of patents, trade secret, and copyright. Perhaps they also will have trademarks. Creative firms such as movie studios and software companies will tend to rely on copyright and trademark. These are some of the examples in which how intellectual property
is held in commercial world, and how how it actually exists and being used. Now we need to be familiar with a few commercial practices like this. Just spend because ഇതിനകത്ത് ഫ്രാഞ്ചൈസിങ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്യാരക്ടർ മെർക്കൻഡൈസിങ് എന്നൊക്കെ പറഞ്ഞ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് നമ്മളൊന്ന് ഫെമിലറൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അസൈൻമെന്റ്, ലൈസൻസ് എന്നൊക്കെ പറഞ്ഞു. ഇത് നമ്മുടെ ഒരു ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരുമ്പോൾ പോലും ഇമ്പോർട്ടന്റ് ആയിട്ട് വരികയും കൂടി ചെയ്യാം. സോ ഐ ഹോപ്പ് യു ആർ നോട്ടിങ് ഇറ്റ് ഡൗൺ. സോ IP കൊമേഴ്ഷ്യൽ പ്രാക്ടീസസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും വരുന്നത് ഇപ്പം എന്റർപ്രൈസ് ഒരു കമ്പനി പോയിന്റ് ഓഫ് വ്യൂലാണ് സാധാരണ രീതിയിൽ നമ്മൾ സംസാരിക്കുക. ഇന്റേണൽ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഇന്റേണൽ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. ഇന്റേണൽ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ എവറി കമ്പനി ബിഗർ വൺ വിൽ ഡെഫിനറ്റ്ലി ഹാവ് ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാവ്. And bigger companies will have intellectual property cell and intellectual property personal intellectual property departments also. വലിയ കമ്പനീസ് ഒക്കെ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെറിയൊരു എക്സാമ്പിൾ നമ്മൾ ബാംഗ്ലൂർ ബേസ്ഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പനി വിപ്രോ അല്ലെങ്കിൽ അതുപോലുള്ള കമ്പനീസ് ഒക്കെ ദേ ഹാവ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വാട്ട് യു കോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് ഒരു സെപ്പറേറ്റ് സെല്ലും അതിനുള്ള ആൾക്കാരും തന്നെയുണ്ട്. സോ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇന്റലക്ച്വൽ ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷനും അതിന്റെ രജിസ്ട്രേഷനും അതിന്റെ മെയിൻ്റനൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പലപ്പോഴും ഡീൽ ചെയ്യുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി സെന്റർ. സോ ദേ വിൽ കോർഡിനേറ്റ് വിത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്. സോ ഒരു രീതിയിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യപ്പെടുന്ന ഒരു രീതി as far as an enterprise is concerned, the way in which they will have intellectual property is their internal product development. They will develop intellectual property for themselves. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അവർക്ക് ആവശ്യമുള്ള വാക്സിൻ, ഇപ്പൊ ഒരു കോവിഡ് വാക്സിൻ, ഒരു പാറ്റന്റുമായിട്ട് ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് ഒക്കെ പിന്നെ പത്രത്തിലും ന്യൂസിലൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദാറ്റ് ബി ഇൻട്രസ്റ്റിംഗ്. സോ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അവരുടെ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഒരു ഡ്രഗ് അവരുടെ യൂസിനായിട്ട്, അവരുടെ കൊമേഴ്ഷ്യൽ യൂസിനായിട്ട് അവർ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇന്റേണൽ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. ആൻഡ് ദേ വിൽ ഹാവ് പാറ്റൻസ് ഓവർ ദാറ്റ്, ദേ മേ ഹാവ് ട്രേഡ് സീക്രറ്റ്സ് ഓവർ ദാറ്റ്. സോ ദാറ്റ് വേ ദേ വിൽ ഹാവ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. Another way in which intellectual property commercial practice would happen is intellectual property assignment. Intellectual property assignment എന്നുള്ളൊരു വാക്ക് ലീഗൽ ആയിട്ടുള്ള ഒരു ടേമും കൂടിയാണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടിയുടെയും ഈ കോണ്ടെക്സ്റ്റിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഓൾസോ. നമ്മൾ സാധാരണ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ടെർമിനോളജി തന്നെയാണ് അസൈൻമെന്റ് എന്നുള്ളത് ടെർമിനോളജി. ഞാൻ മനസ്സിലാക്കുന്നത് ആസ് വെൽ ആസ് മൈ അണ്ടർസ്റ്റാൻഡിംഗ് ഗോസ്, ട്രാൻസ്ഫർ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ഒരു ടാഞ്ചിബിൾ പ്രോപ്പർട്ടിയുടെ കോണ്ടെക്സ്റ്റിലാണ്, ലൈക്ക് മൂവബിൾ ഓർ ഇമൂവബിൾ, ബട്ട് ടാഞ്ചിബിളിന്റെ കോണ്ടെക്സ്റ്റിലാണ്. ഇതൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഏതൊരു ആക്ടറും പറഞ്ഞിരിക്കുന്നതായിട്ടല്ല, പക്ഷെ യൂഷ്വലി the way in which the context in which it is used is such. ട്രാൻസ്ഫർ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത് ഒരു ഹാർഡ് അസെറ്റ്സ് ഓർ ടാഞ്ചിബിൾ അസെറ്റ്സിന്റെ കോണ്ടെക്സ്റ്റിലാണ്. ബട്ട് ദ വേർഡ് അസൈൻമെന്റ് ഈസ് യൂസ്ഡ് ഓർ ആസ് സീൻ ടു ബി യൂസ്ഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി. അപ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ കാര്യത്തിലും നമ്മൾ ട്രാൻസ്ഫറിന് ഉപയോഗിക്കുന്ന വാക്ക് അസൈൻമെന്റ് എന്നുള്ളതാണ്. കൈൻഡ്ലി നോട്ട് that be handy even otherwise. So assignment conveys complete and full transfer of rights in the underlying intellectual property. I have got some songs. ഞാൻ കമ്പോസ് ചെയ്ത എനിക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുള്ള കോപ്പിറൈറ്റ് ഉള്ള ഒരു സോങ് ഉണ്ടെങ്കിൽ I can transfer that to Rukia Rida, or I can transfer it to Safi sir, or I can transfer it to Sharina Abraham or whoever. അങ്ങനെ മുഴുവനായിട്ട് ഒരു പൈസ, സാധാരണ ഒരു ബൾക്ക് എമൗണ്ട് ആയിരിക്കാം, മേ ബി സംടൈംസ് റോയൽറ്റി രൂപത്തിലാകാം, ഡിഫറെന്റ് രൂപത്തിലാകാം. പക്ഷെ അസൈൻമെന്റ് എന്ന് പറഞ്ഞ് മുഴുവനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ, ആ ഒരു പോയിന്റ് ആണ് പ്രധാനം. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെർമിനോളജി അസൈൻമെന്റ്. when I transfer it fully, നമ്മൾ ഓരോ കോപ്പിറൈറ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴല്ലേ പാറ്റന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് നമുക്ക് വരാം. പക്ഷെ പ്ലീസ് ടു അണ്ടർസ്റ്റാൻഡ്, assignment would mean that one enterprise or one owner of intellectual property is transferring fully the ownership of the concerned intellectual property to another person or another enterprise.
അത് പാർഷ്യലായിട്ടുള്ള ട്രാൻസ്ഫറും മറ്റുമൊക്കെ പോസിബിൾ ആണ് നമ്മുടെ കോപ്പിറൈറ്റിന്റെ കാര്യത്തിലൊക്കെ. We will discuss that when it comes to the discussion, specific discussion of copyright. So kindly do understand, ഒരു commercial world ഉള്ള ഒരു യൂസ് ആണ് intellectual property can be held by a company. ഇപ്പം മ്യൂസിക് കമ്പനി ആയി കഴിഞ്ഞാൽ, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആയാലും, ഒരു ഓട്ടോമൊബൈൽ കമ്പനിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം മഹീന്ദ്രയുടെ ഒക്കെ പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അക്യൂർ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വേണമെങ്കിൽ സ്ട്രേ ആയിട്ട് ഇൻഡിവിജ്വൽസ് ഒരു പുതിയ ഇന്നോവേഷൻ നടത്തി കഴിഞ്ഞാൽ they will buy it. They will buy that innovation. They will buy that patent uണ്ടെങ്കിൽ. So what's happened there? What's happening there is assignment of intellectual property. So the point here is full transfer of ownership. And an assignment conveys complete and full transfer of rights, the underlying intellectual property. Assignment usually involves compensation in the form of lump sum payment. ഒരു lump sum payment ആണ്, റോയൽറ്റിയുടെ രൂപത്തിലല്ല, lump sum payment ആയിട്ടാണ് അസൈൻമെന്റിന്റെ കാര്യത്തിൽ സംഭവിക്കും. And assignment is to be understood better in contradistinction to licenses. ലൈസൻസും അസൈൻമെന്റും ആണ് സത്യം പറയുകയാണെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ലീഗലി പോലും പോസിബിൾ ആയിട്ടുള്ള രണ്ട് തരം ട്രാൻസ്ഫേഴ്സ്. ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് നോട്ട് എ ഫുൾ ഫ്ലെഡ്ജ് ട്രാൻസ്ഫർ ആസ് ഇൻ ദ കേസ് ഓഫ് അസൈൻമെന്റ്. Assignment, the point I was just trying to underline was that there is a complete and full transfer and a lump sum payment. എന്റെ പ്രോപ്പർട്ടി മറ്റൊരാളായി മാറുന്നു, 10 സെന്റ് സ്ഥലം ഞാൻ വിൽക്കുന്നതൊക്കെ പോലെ അതുപോലെയാണ്. But that is not the case with license. License എന്ന് പറഞ്ഞൊരു ടെർമിനോളജി you might have heard that in the context of നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈസ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് you might have discussed that. So license എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ license is happens when organizations lack financial or technical capability to directly exploit their IP. പലപ്പോഴും നമ്മുടെ ഒരു കമ്പനി ആ കമ്പനിയുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി മുഴുവനായിട്ടും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ അവർ മറ്റാൾക്കാർ വഴി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം. എപ്പോഴും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതല്ല. ടേക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു പിന്നെ മ്യൂസിക് കമ്പനിയാണ്. മ്യൂസിക് കമ്പനി പ്രധാനമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടാവും കോപ്പിറൈറ്റ് ആണ്, ട്രേഡ് മാർക്കൊക്കെ ഉണ്ടാകാം. കുറെ കോപ്പിറൈറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു പുതിയ ഫിലിം ഇറങ്ങി, ഒരു പുതിയ ഫിലിം വന്നു കഴിഞ്ഞാൽ ആ ഫിലിമിന്റെ പിന്നെ മ്യൂസിക് ചാനൽസിന് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുക, അല്ലെങ്കിൽ വേറൊരു കമ്പനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധാരണ ലൈസൻസിന്റെ അടിസ്ഥാനം they will give a permission against payment, ഒരു റോയൽറ്റി പേയ്മെന്റ്. എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നു, ഓരോ ഉപയോഗത്തിനായിരിക്കാം, ഉപയോഗിക്കുന്ന സമയത്തിനനുസരിച്ച് മറ്റുമൊക്കെ വ്യത്യാസം വരാം. സോ അങ്ങനെ ഒരു കമ്പനി ഹോൾഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഹോൾഡർ ഹോൾഡ് ചെയ്യുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, be it copyright, be it patent or something of that sort, അത് ഒരു താൽക്കാലികമായി ഉപയോഗിക്കാനുള്ള ഒരു പെർമിഷൻ മാത്രമാണ് ലൈസൻസ്. ഇവിടെയാണ് നമ്മൾ ആ ലീഗൽ ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരേണ്ടത്. ഇൻ ദ കേസ് ഓഫ് അസൈൻമെന്റ് it is transfer of full ownership. In contradistinction, in the case of license, it is what do you call just a permission. It is not a transfer. Transfer എന്നുള്ള വാക്ക് പലപ്പോഴും ഉപയോഗിക്കാൻ വരും പറ്റില്ല. അത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു പെർമിഷൻ മാത്രം, ഓഫ് കോഴ്സ് എഗൈൻസ്റ്റ് എ പേയ്മെന്റ്. സാധാരണ അത് ഒരു കൊമേഴ്ഷ്യൽ പിന്നെ കോണ്ടെക്സ്റ്റിലാണ്. ചില സമയത്ത് എത്രയധികം കൂടുതൽ ലൈസൻസീസ് ഉണ്ടെങ്കിൽ അത്രയധികം കൊമേഴ്ഷ്യലി സ്ട്രോങ് ആണ് ആ കമ്പനി, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ആ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി സ്ട്രോങ് ആയിട്ട് വരാം എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വേണമെങ്കിൽ വരാം. സോ ലൈസൻസിന് തന്നെ ഡിഫറെന്റ് ഫോംസ് ഉണ്ട്, അതിലേക്ക് നമ്മൾ അത്രയധികം പോകുന്നില്ല. ലൈസൻസ് കുഡ് ബി ഐദർ എക്സ്ക്ലൂസീവ് ലൈസൻസ് ഓർ നോൺ എക്സ്ക്ലൂസീവ് ലൈസൻസ്. അത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അത് ഈ സോഫ്റ്റ്വെയർ ലൈസൻസ് ലൈക്ക് ദാറ്റ്, യെസ്, ഐ തിങ്ക് സോഫ്റ്റ്വെയർ ലൈസൻസിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇപ്പോഴ് നമ്മുടെ കിൻഡിലൊക്കെ ചെയ്യുന്നതൊക്കെ പലപ്പോഴും ഇങ്ങനെ ലൈസൻസ് ആണ്. You don't get right. You can just read it. Thank you for the question. I thought of moving forward, but question ചോദിച്ചുകൊണ്ട് I can spend some time on it. പലപ്പോഴും സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് ആണ് പലപ്പോഴും കിട്ടും. You are just licensee. Licensed version എന്നാണ് നമ്മൾ പറയുന്നത്, പലപ്പോഴും authorized version. You are not buying a Microsoft and a Windows. You don't buy. You get a licensed version of software. So a license ആണ് നമ്മൾ പേ ചെയ്തത്. You just have a permission to use that particular software. ആ കിൻഡിലിന്റെ കാര്യത്തിൽ ആ പുസ്തകം നമുക്ക് വായിക്കാനുള്ള ഒരു പെർമിഷൻ തന്നെയുണ്ട്. ചിലതെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഡിസപ്പിയർ ചെയ്യും.
They have mechanisms for that. അവർക്ക് copyright management system എന്നൊക്കെ പറഞ്ഞുകൊണ്ട് technological, there are technological measures which you cannot circumvent. Technological measures തന്നെയുണ്ട് ഒരു ലിമിറ്റഡ് കാലയളവിലേക്ക് മാത്രം. ഇപ്പൊ നമ്മൾ ആമസോൺ പ്രൈമിലും ഒക്കെ ചെയ്യുന്നതും ഒക്കെ ഇതൊക്കെ ഈ സംഭവം തന്നെയാണ്. ലൈസൻസ് ആണ് ചെയ്യുന്നത്. യു ഗെറ്റ് ലൈസൻസ് ടു വ്യൂ ഇറ്റ് ഫോർ പ്രൈവറ്റ് വ്യൂ, നോട്ട് ഫോർ കൊമേഴ്ഷ്യൽ യൂസ്. It doesn't become yours. So license could be a good example, Kindle could be a good example, your Amazon Prime could be another example. So ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ലൈസൻസസ് അതാണ് ശരിക്കും പറയുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ആക്ച്വൽ എക്സ്പ്ലോയിറ്റേഷൻ മോഡൽ. So a license could be either exclusive license or it could be non-exclusive license. Let me talk about the distinction between these two. Exclusive license ആവുമ്പോൾ, as the terminology itself indicate, exclusive license എന്ന് പറഞ്ഞാൽ ഈ ഓണർ അടക്കമുള്ള ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. ഇതൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനനുസരിച്ച്, എഗ്രിമെന്റ്സിനനുസരിച്ച്, കോൺട്രാക്ടിനനുസരിച്ച് വ്യത്യാസം വരുത്താവുന്നതാണ്. പക്ഷെ സാധാരണ രീതിയിൽ when you talk of exclusive license, നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ only one person has the right to use it. അതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് ആ കാലയളവിലേക്ക്, ഒരു പ്രത്യേക കാലയളവിലേക്ക് ആയിരിക്കും ലൈസൻസ് കൊടുക്കുന്നുണ്ടാവുക. ആ കാലയളവിലേക്ക് ഓൾമോസ്റ്റ് ആ സമയത്ത് ടോട്ടൽ ഓണർഷിപ്പ് കിട്ടുന്നതിന് തുല്യമാണ്. If it is for 5 years, exclusive license, അയാൾക്ക് മാത്രമാണ് അത് ഉപയോഗിക്കാൻ പറ്റും. As the word exclusive itself will indicate. അതുകൂടാതെ സോൾ ലൈസൻസ് എന്ന് പറഞ്ഞ മറ്റൊരു സംഭവമുണ്ട്. സോൾ ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓണർക്കും ഉപയോഗിക്കാം, അതുകൂടാതെ ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാം. സോൾ ലൈസൻസ് അങ്ങനെ കുറേയധികം ടൈപ്പ്. There are different classifications and different commercial practices as far as licensing is concerned. We may not spend much time on that. And now we'll come to non-exclusive license. Non-exclusive license എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, as the terminology would convey, അത് ഒരാൾ മാത്രമല്ല, ഒന്നിലധികം ആൾക്കാർക്ക് ഉണ്ടാകാം. ഒരു 10 കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കും. അപ്പൊ ഒരു പുതിയ ഫിലിമിന്റെ മ്യൂസിക് വന്നു കഴിഞ്ഞാൽ ഒരു ചാനലിൽ മാത്രമല്ല, കുറെ ചാനലുകളിൽ നമുക്ക് ആ ഫിലിമിന്റെ മ്യൂസിക് കാണാൻ പറ്റും. അപ്പൊ മേ ബി they have licensed that out to different channels and different people. അങ്ങനെയാണെങ്കിൽ it is non-exclusive license. ആ രീതിയിലുള്ള പ്രാക്ടീസസ് ആണ്. ഇത് കൂടാതെയും ഡിഫറെന്റ് ലൈസൻസിങ് പ്രാക്ടീസസ് ആർ ഇൻ എക്സിസ്റ്റൻസ്. ബട്ട് ലീഗലി ലൈസൻസ് ഒരു പെർമിഷൻ ആണ്. അതിന് പേയ്മെന്റ് വരുന്നത് റോയൽറ്റി രൂപത്തിലാണ്. അത് എക്സ്ക്ലൂസീവോ നോൺ എക്സ്ക്ലൂസീവോ ആകാം. സാധാരണ അതൊരു ലിമിറ്റഡ് പീരിയഡ് ഓഫ് ടൈമിനും ഒരു ലിമിറ്റഡ് പിന്നെ പേയ്മെന്റിനുമായി. Now franchising. Franchising is also another terminology in relation to commercial practice, and this is also happens legally. Legal agreement in അടിസ്ഥാനത്തിലാണ്. I've got some pictures there. I invite your attention to the pictures in the screen. അതിലുള്ള ഒരു മാക്ഡൊണാൾഡ്സോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണത്തിന് നല്ല എക്സാമ്പിൾ ആയിരിക്കും. മാക്ഡൊണാൾഡ്സ് അതിനകത്ത് ഇല്ലെന്നോ. KFC, Kentucky Fried Chicken could be good example. ഇവിടെ സംഭവിക്കുന്നത് ഒരു കമ്പനി അതിന്റെ ട്രേഡ് മാർക്ക്, പ്രധാനമായിട്ടും ട്രേഡ് മാർക്കും അതിന്റെ മറ്റു ലേ ഔട്ടും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ട്രേഡ് മാർക്ക് ആണ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ദാറ്റ്സ് ബീങ് ട്രാൻസ്ഫേർഡ്. Or rather you can say that franchising is a kind of licensing. ഇവിടെ നമ്മൾ ഒരു മാക്ഡൊണാൾഡ്സിന്റെ ഒരു ഔട്ട്ലെറ്റിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ യു ഹാവ് എ ഫീൽ, ഒരു പ്രത്യേക ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ആംബിയൻസിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി മാത്രമല്ല, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലാത്ത അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളും ഉണ്ടാവും. മേ ബി ട്രേഡ് സീക്രട്ട്, KFC ആയിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രിപ്പറേഷൻ സ്റ്റൈൽ, അതൊരു ട്രേഡ് സീക്രട്ട് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട മേ ബി കോപ്പിറൈറ്റ്, അവരുടെ റെസിപ്പീസിൽ കോപ്പിറൈറ്റ് ഉണ്ടാകാം. മേ ബി അതുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡ് മാർക്ക് ഉണ്ടാകാം. ഇങ്ങനെ കുറെ അധികം. അതുകൂടാതെ നോൺ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തിങ്സും കൂടി ഉണ്ടാകും. ഇതെല്ലാം കൂടി ഇവിടുത്തെ ഒരു ഏജൻസിക്ക്, ഇവിടെയുള്ള ലോക്കൽ ഏജൻസിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിമിറ്റഡ് ട്രാൻസ്ഫർ, ലൈസൻസ് ചെയ്യാണ് ചെയ്യുന്നത് വിത്ത് എ ലോട്ട് ഓഫ് കണ്ടീഷൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ ഒരു പിന്നെ മാക്ഡൊണാൾഡ്സ് ഏകദേശം ഒരുപോലെയാണ്. അവിടെ കിട്ടുന്ന സാധനങ്ങളുടെ ലിസ്റ്റും ഏകദേശം ഒരേ മെനു തന്നെയാണ്. അത് അവരുടെ ലേ ഔട്ട് ഒരുപോലെ തന്നെയാണ്. അവരുടെ മേ ബി അവരുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പോലും എല്ലാം സിമിലർ ആണ്. അപ്പോൾ കുറേയധികം കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. Legally speaking, it's a kind of license of different intellectual property along with other intellectual property rights. Other rights also. Intellectual property മാത്രമല്ല, മറ്റുള്ള റൈറ്റ്സും ആകും. Generally, the franchisor licenses its IP, including its trademarks, trade dress, copyright, know-how, trade secret, business concept methodologies, and
if relevant, designs and patents to the franchise. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമുക്കറിയാം. അങ്ങനെ എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു മാക്ഡൊണാൾഡ്സിലും KFCയിലും പോകുന്ന ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. And that will be under strict conditions and there will be proper licensing agreements for it. So that is another intellectual property licensing commercial practice. അതും ഒരു മനസ്സിൽ വെക്കാവുന്ന ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റൻ ആയിട്ട് വരാവുന്ന സംഭവമാണ്. ഫ്രാഞ്ചൈസിംഗ് may be kept in mind. Now joint ventures. Joint ventures എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, you might have already heard about it. This can generally be described as a form of business association between two or more independent organizations, joint ventures, to undertake a common project and to achieve a certain goal. ഒന്നിലധികം കമ്പനീസ് അവർ ഒന്നിച്ച് ചേർന്നുകൊണ്ട് വലിയൊരു കമ്പനിയായി മാറുക, അല്ലെങ്കിൽ ഒന്നിച്ച് ഒരു മാർക്കറ്റിൽ പലപ്പോഴും കോമ്പറ്റ് ചെയ്യാനും മറ്റു പല കാര്യങ്ങൾക്കും ആകാം. ഇപ്പോഴുണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഇതാണ്. കമ്പനി A and കമ്പനി B വരുമ്പോൾ കമ്പനി എയുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി will be licensed or shared with the second company, and second company B will share its property and its assets with first company. ഇവിടെ ഉണ്ടാവുന്ന ഈ കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്രോസ് ലൈസൻസിങ് ആണ് നമുക്ക് കാണുന്നത്, or it could be in some cases assignment also, but നമ്മൾ കൂടുതൽ കാണുന്നത് ഒരു ക്രോസ് ലൈസൻസിങ്. So share risk and contribute by their intellectual capital towards technology research and development. So അവർ ഒന്നിച്ച് റിസർച്ച് ചെയ്യുന്നു, ഒന്നിച്ച് ഷെയർ ചെയ്യുന്നു, ഒന്നിച്ച് ബിസിനസ്സിൽ വരുന്നു എന്നുള്ള സിറ്റുവേഷൻ ആണ്. ഇവിടെയും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലൈസൻസസ് തന്നെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്, ജോയിന്റ് വെഞ്ചേഴ്സ്. Then you have another thing which is important when it comes to intellectual property, that is spin-offs. Spin-offs എന്ന് പറഞ്ഞാൽ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒക്കെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി കോണ്ടെക്സ്റ്റിൽ ശരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാവുന്ന ഒരു സംഭവമാണ്. സ്പിൻ-ഓഫ് എന്നുള്ള വാക്കും പ്ലീസ് ബി ഫെമിലിയർ വിത്ത് ദാറ്റ്. Spin-off, also known as spin-outs, are separate legal entities created by a parent organization to exploit its IP assets. പലപ്പോഴും ഒരു വലിയൊരു കമ്പനി, ഒരു എന്റർപ്രൈസ് ഒരു പുതിയ ഒരു ഏരിയയിലേക്ക് വരികയാണ്. ഫോർ എക്സാമ്പിൾ ITC എന്ന ഇന്ത്യൻ ടുബാക്കോ കമ്പനിയാണ്. പക്ഷെ ഇപ്പൊ ITC ഇഷ്ടം പോലെ ഇപ്പൊ ഫുഡ് പ്രോഡക്ട്സിലൊക്കെ വരുന്നുണ്ട്. ITC വിൽസ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ടെക്സ്റ്റൈൽ ഷോറൂംസ് ഉണ്ട്. ഇപ്പൊ ഒരു പുതിയ ഏരിയയിലൊക്കെ വരുമ്പോൾ പലപ്പോഴും അവർ ചെയ്യുന്നതിന് അവർക്ക് ഒരു കുറച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് പാരന്റ് ഓർഗനൈസേഷനുമായിട്ട് അവർ ബന്ധപ്പെടുത്തി നിർത്തും. ആദ്യം അതിന്റെ റിസ്ക് എങ്ങനെയാണ്, അതിന്റെ പ്രോസ്പെക്ട്സ് എങ്ങനെയാണ്, അതിന്റെ പോസിബിലിറ്റീസ് എങ്ങനെയാണ്, ചലഞ്ചസ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് they will have a different entity known as spin-off. Spin-off എന്ന് പറഞ്ഞാൽ നമ്മള് ഇതിൽ നിന്നും ഒരു കഷ്ണം തെറിച്ചു പോയി എന്നൊക്കെ രീതിയിൽ എടുക്കാം. ഇതിന്റെ തന്നെ ഭാഗമാണ്, പക്ഷെ ഇതിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നു എന്നുള്ള രീതി. സോ ലീഗലി ഇറ്റ്സ് എ ഡിഫറെന്റ് എന്റിറ്റി. സ്പിൻ-ഓഫ് സ്പിൻ ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു എന്റിറ്റി, മേ ബി ഇറ്റ്സ് എ കമ്പനി or LLP, it could be ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, അങ്ങനെയുള്ള സംഭവമാകാം. അല്ലെങ്കിൽ പലപ്പോഴും ഇപ്പൊ ഇന്ത്യയിലൊന്നും അത്ര അധികം ഇല്ല, അമേരിക്കയിലും അങ്ങനെ യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ they have റിസർച്ച് ചെയ്തിട്ട് അവർ പുതിയ ഒരു എന്താ സംഭവം ഒരു കൊമേഴ്ഷ്യലി യൂട്ടിലൈസബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് വന്നു കഴിഞ്ഞാൽ, പാറ്റന്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ വാട്ട് ദേ കൻ ഡു ഇസ് ഈ പാറ്റന്റ് എക്സ്പ്ലോയിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ദേ വിൽ ഹാവ് എ സ്പിൻ ഓഫ്, ഒരു സ്പിൻ ഔട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു ലീഗൽ എന്റിറ്റി അവർ ക്രിയേറ്റ് ചെയ്യും. ആ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നേരിട്ട് അത് കാര്യങ്ങൾ ചെയ്യില്ല. ദേ വിൽ ഹാവ് ദിസ് സ്പിൻ ഔട്ട് ഓർ സ്പിൻ ഓഫ് ഓർഗനൈസേഷൻ. എന്നിട്ട് അവരുടെ IP എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് മറ്റുള്ള കമ്പനികളിലേക്ക് അത് ലൈസൻസ് ചെയ്തിട്ട് ആ കമ്പനിയിൽ നിന്ന് റോയൽറ്റി കളക്ട് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ സെപ്പറേറ്റ് കമ്പനിയാണ്. സോ IP ക്യാൻ ബി എക്സ്പ്ലോയിറ്റഡ് ഓർ IP ക്യാൻ ബി യൂസ്ഡ് ബൈ ദാറ്റ് പെർട്ടിക്കുലർ തിങ്. സോ ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കോണ്ടെക്സ്റ്റിലോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു പാരന്റ് ഓർഗനൈസേഷൻ, നേരിട്ട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു പാരന്റ് ഓർഗനൈസേഷനോ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എക്സ്പ്ലോയിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു LLP അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലീഗൽ എന്റിറ്റി ആകാം. പക്ഷെ യൂഷ്വലി ഈ രണ്ട് ഫോമിൽ വരുന്ന സംഭവങ്ങളെയാണ് നമ്മൾ സ്പിൻ ഓഫ്സ് ഓർ സ്പിൻ ഔട്ട്സ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ഓൾസോ റിലേറ്റഡ് ടു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. സോ കൈൻഡ്ലി കീപ് ദിസ് വേർഡ് ഇൻ മൈൻഡ്. Then you have intellectual property useful in strategic alliances. അങ്ങോട്ടുള്ള അലയൻസസിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും. I don't want to spend much time on this. Then merchandising. Merchandising എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ just have a look at this picture. Character merchandising ഇന്ത്യയിൽ അത്രയധികം പിന്നെ ലീഗലി നമുക്ക് ലീഗൽ ഫ്രെയിം വർക്കിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചൊക്കെ ലാക്ക് ചെയ്യുന്നുണ്ട്, കുറച്ചധികം ലാക്ക് ചെയ്യുന്നുണ്ട്. റിസർച്ച് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. Those who are interested in doing research, perhaps they can look at this area as a potential area. അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എന്റെ അറിവിൽ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ക്യാരക്ടർ മെർക്കൻഡൈസിങ് as such. ക്യാരക്ടർ മെർക്കൻഡൈസിങ് കുറെയൊക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്.
പ്രധാനമായിട്ടും ട്രേഡ് മാർക്ക് ലൈസൻസിങ് ഒക്കെ ആയിട്ടാണ് ക്യാരക്ടർ മെർക്കൻഡൈസിങ് പ്രധാനമായിട്ടുള്ളത്. കുറച്ച് കേസുകളൊക്കെ കണ്ടിട്ടുണ്ട്, എങ്കിലും ഒരു 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 ആഡിക്വേറ്റ് ലീഗൽ ഫ്രെയിംവർക്ക് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. സംഭവം ഇതാണ്, ഒരു ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു സിനിമയിലെയും ഒക്കെ മറ്റുള്ള ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ പോലെയൊക്കെയുള്ള ഒരാള്, അങ്ങനെ ഏതെങ്കിലും ഒരു ഓൾറെഡി ലിവിങ് പേഴ്സൺ ഓർ എ ക്രിയേറ്റഡ് ക്യാരക്ടർ ഈസ് ബീങ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് മെർക്കൻഡൈസിങ്. അതാണ് ക്യാരക്ടർ മെർക്കൻഡൈസിങ് എന്ന് പറയുന്ന ഒരു ഐഡിയ. അതൊരു ലീഗൽ കോൺസെപ്റ്റും കൂടിയാണ്. കൈൻഡ്ലി കീപ് ഇൻ മൈൻഡ്, ഇറ്റ്സ് റിലേറ്റഡ് ടു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. മുഴുവനായിട്ടും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ ഫ്രെയിംവർക്കിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ദാറ്റ്സ് മൈ ഫീലിംഗ്. വൈപ്പോ ഹാസ് കം ഔട്ട് വിത്ത് സ്റ്റഡി ഓൺ ദിസ്. വൈപ്പോ പല രാജ്യങ്ങളുടെയും പിന്നെ ഇത് കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം പലപ്പോഴും ക്യാരക്ടർ മെർക്കൻഡൈസിങ് നടക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ടാണ് വൈപ്പോടെ ഉള്ളത്. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ റിപ്പോർട്ടാണ്. എങ്കിലും ഇറ്റ് സ്റ്റിൽ അപ്പിയേഴ്സ് ടു ബി ഇനാഡിക്വേറ്റ് ലീഗലി. ലീഗൽ ഫ്രെയിംവർക്ക് ഇനാഡിക്വേറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം യു ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് എക്സാമ്പിൾസ്. ഫാൻറ്റം, ചോട്ടാ ഭീം, നമ്മുടെ മിക്കി മൗസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഒക്കെ ഒരു കാര്യം നമ്മൾ ഓതറൈസ് ചെയ്യുന്ന സമയത്ത് it could be examples of character merchandising. So you can just read it. Another possible way to capitalize on IP is to use IP rights or permit use of IP rights by way of license. Typically trademarks or industrial designs and copyright upon corresponding goods. ഇപ്പൊ നമ്മൾ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. ഫിക്റ്റീഷ്യസ് ക്യാരക്ടർ ആകാം, അല്ലെങ്കിൽ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ആകാം. അതിനെ ഉപയോഗിച്ചുകൊണ്ട് മെർക്കൻഡൈസ് ചെയ്യുന്ന സിറ്റുവേഷൻ, അത് പലപ്പോഴും ലൈസൻസിങ് എന്ന് പറയുന്ന ലീഗൽ വെഹിക്കിളിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ക്യാരക്ടർ മെർക്കൻഡൈസിങ് ഇൻ എ വേ ഇറ്റ്സ് എ ലീഗൽ ടെർമിനോളജി ഓൾസോ. ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കുന്നത് തെറ്റില്ല. ക്യാരക്ടർ മെർക്കൻഡൈസിങ്. നൗ ടെക്നോളജി ട്രാൻസ്ഫർ. ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൺലി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ, പക്ഷെ ടെക്നോളജി ട്രാൻസ്ഫറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാവുന്ന ഒരു സംഭവം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി കൂടിയാണ്. കൈൻഡ്ലി കീപ് ദിസ് ഇൻ. നൗ നെഗോസിയേഷൻ. കമ്പനികൾ നെഗോസിയേഷന്, സ്ട്രോങ് നെഗോസിയേഷന് വേണ്ടിയിട്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാം. ഇപ്പൊ രണ്ട് കമ്പനികൾ തന്നെ നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഉണ്ടാകാവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഇഫ് യു ഹാവ് എ സ്ട്രോങ് പാറ്റന്റ്, ഏത് പിന്നെ മാർക്കറ്റിലാണോ നിങ്ങൾ ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ മാർക്കറ്റിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാറ്റന്റ് ഉള്ള ഒരു കമ്പനി മറ്റൊരു കമ്പനിയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ദേ ഹാവ് എ വെരി സ്ട്രോങ് നെഗോഷിയേറ്റിംഗ് പൊസിഷൻ. അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ഗുണവും കൂടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. സോ വിത്ത് ദാറ്റ് ഐ തിങ്ക് വി വിൽ കൺക്ലൂഡ് അവർ ഡിസ്കഷൻ ഓൺ കൊമേഴ്ഷ്യൽ. ആ ഒരു ആംഗിൾ ഒന്ന് നമ്മൾ തൽക്കാലം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി. നമുക്ക് അതിനകത്തൊക്കെ പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൈൻഡ്ലി കീപ് ദിസ് ഇൻ മൈൻഡ്. യു മൈറ്റ് നിങ്ങളത് ശ്രദ്ധിച്ച് നോട്ട് ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് വി വിൽ ജസ്റ്റ് ഗോ എ ലിറ്റിൽ ബിറ്റ് ഫോർ ഹിസ്റ്ററി ഓൾസോ. ഹിസ്റ്ററിയിൽ നമുക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടാം. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിനും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അണ്ടർസ്റ്റാൻഡിങ്ങിനും ലിറ്റിൽ ബിറ്റ് ഓഫ് ഹിസ്റ്ററി വിൽ ബി യൂസ്ഫുൾ ഓർ നെസസറി എന്ന് ഞാൻ പറയും. ഇവിടെ നമ്മളിപ്പം ഈ കൊമേഴ്ഷ്യൽ പ്രാക്ടീസസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ I think with your permission I can continue with the discussion. Do you have any questions to raise? Varna Warrior, can I move on? Questions ഒന്നും ഇല്ലെന്ന് വിചാരിക്കും. Whoever it is. സഫീസ് സാർ, ഞാൻ മുന്നോട്ട് പോകാം അല്ലേ? Yes sir, ആർക്കും questions ഇല്ലെന്ന് തോന്നുന്നു sir. Yes sir. Okay. Thank you. So we'll history ഒരു legal angle കൂടി നമുക്ക് നോക്കാം. We need to have an understanding. നമ്മൾ nature and concept of intellectual property ആണ് ഇന്ന് തിയറീസ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ആ കാര്യമൊക്കെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത് ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് ഒക്കെ മുഴുവനായിട്ട് മനസ്സിലാവണമെങ്കിൽ ഐ തിങ്ക് ദീസ് തിങ്സ് ഓൾസോ ഷുഡ് go into our discussion. So I thought I'll include these things as well. So a little bit of history about intellectual property rights.
IP is always connected with technology, innovation and economics or commerce. ഈ മൂന്ന് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നിലവിൽ വന്നതും മുന്നോട്ട് വന്നതും ഇപ്പൊ ത്രൈവ് ചെയ്യുന്നത്. അത് നമ്മുടെ ഹിസ്റ്ററിയിലൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ ഇടയിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോസും ചില ഇന്റർനാഷണൽ കൺവെൻഷൻസും ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുകയും കൂടി ചെയ്യും. സത്യം പറഞ്ഞാൽ ഞാൻ ആ രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, കോപ്പിറൈറ്റ് ഹാസ് ബിക്കം ഇമ്പോർട്ടന്റ് or rather relevant once printing press was invented. Printing press ഇൻവെന്റ് ചെയ്തതിന് ശേഷമാണ് കോപ്പിറൈറ്റിന് ഒരു റെലവൻസ്, അല്ലെ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന സംഭവം തന്നെ ഉണ്ടാവാനുള്ള കാരണം. അല്ലെങ്കിൽ പണ്ടത്തെ പോലെ, പണ്ട് അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എന്താ എഴുത്താണിയൊക്കെ വെച്ചിട്ട് ആൾക്കാര് ഇങ്ങനെ കയ്യെഴുത്ത് പ്രതിയായിട്ട് വീണ്ടും വീണ്ടും ഒരു പുസ്തകമൊക്കെ കോപ്പി ചെയ്ത് എഴുതുന്ന സമയത്ത് കോപ്പിറൈറ്റിന് വലിയൊരു റെലവൻസ് ഉണ്ടായിരുന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നു. സോ കോപ്പിറൈറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, ഇറ്റ് ഈസ് വെരി മച്ച് കണക്റ്റഡ്, അൺസെവറബിളി കണക്റ്റഡ് വിത്ത് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ. പാറ്റൻസും ഒക്കെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ആംഗിളിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിറ്റ് ഓഫ് ഹിസ്റ്ററി, എങ്ങനെയാണ് നിയമം വന്നത് എന്നുള്ളതൊക്കെ. ശരിക്കും കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് റെലവെന്റ് ആയത് ഗുട്ടൻബർഗ് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചപ്പോഴാണ്. പിന്നെ നിങ്ങൾ പലർക്കും അറിയാമായിരിക്കാം, കോപ്പിറൈറ്റ് കൂടുതൽ റെലവെന്റ് ആയിട്ട് വരുന്നത് കോപ്പിറൈറ്റ് ഓണർക്ക് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ക്രൗണിനെതിരെ, ഇംഗ്ലണ്ടിലൊക്കെ ക്രൗണിനെതിരെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു റെഗുലേഷൻ കൊണ്ടുവന്നത്. അത് പിന്നീട് കോപ്പിറൈറ്റ് ആയി മാറുകയാണ് ചെയ്തതെന്നതാണ് സത്യം. Let's come to those things later. Now, copyright has become copyright. If you look at the copyright history, it is connected with innovation and economics. കൂടുതൽ കോപ്പീസ് ഉണ്ടാക്കി വിൽക്കാനുള്ള ഒരു സാധ്യത, ആ സാധ്യത തെളിയിച്ചത് ഗുട്ടൻബർഗിന്റെ ഇൻവെൻഷൻ ആണ്. ആ ഇൻവെൻഷൻ വന്നപ്പോഴാണ് കോപ്പിറൈറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട്. അങ്ങനെ ഇതൊരു നോട്ടബിൾ പോയിന്റ് ആണ്. സ്റ്റാറ്റ്യൂട്ട് ഓഫ് ആൻ, അതാണ് കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററിയിലെ ആദ്യത്തെ നോൺ സ്റ്റാറ്റ്യൂട്ട്. പെർഹാപ്സ് ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് ഉണ്ടാകും, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അതിനകത്ത് വരാം. 1709, ചില സ്ഥലത്ത് 1710 എന്നും പറയാറുണ്ട്. എന്തായാലും സ്റ്റാറ്റ്യൂട്ട് ഓഫ് ആൻ 1709 or 1710 is the first law in the world dealing with or which dealt with copyright. ഇന്നത്തെ ഒരു ഫോമിലൊന്നും അല്ല, അന്നത്തെ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റില് ചേർച്ചിനും ക്രൗണിനും ഒക്കെ എതിരെ ആരും എഴുതി കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു റെഗുലേഷൻ എന്നുള്ള നിലയിലാണ്. ഇവരെടുത്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ, കോപ്പീസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് കോപ്പിറൈറ്റ് നിലവിൽ വന്നത്. Anyway, this is an important point. There are 2 points here. One, this is the first law, and this law was warranted once in printing press was invented. Printing press 1600-കളിൽ കണ്ടുപിടിച്ചതിന് ശേഷമാണ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, പ്രിന്റിംഗ് പ്രസ് 1600-കൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് സത്യം പറയുകയാണെങ്കിൽ 1710, 1709 സ്റ്റാറ്റ്യൂട്ട് ഓഫ് ആൻ വരുന്നത്. സോ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ആൻ എന്നുള്ളതിന്റെ പേര് മാത്രമല്ല, അതിന്റെ ഒരു കോണ്ടെക്സ്റ്റും റിലേറ്റഡ് ടു innovation and technological development. Now, let's just have a look at patent. Patent is related to technology and economics. എന്നുവെച്ചാൽ അത് കൂടുതൽ പ്രോഡക്ട്സ് പല സ്ഥലത്തു നിന്നും കൊണ്ടുവരുന്ന ആൾക്കാർ എന്നുള്ളതാണ്. ആദ്യത്തെ പാറ്റന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ട്, സം ഓഫ് യു മൈറ്റ് ഓൾറെഡി നോ, ഈ സ്റ്റാറ്റ്യൂട്ട് ഓഫ് മൊണോപ്പൊളീസ് 1624. യു മൈറ്റ് നോട്ട് 1624 സ്റ്റാറ്റ്യൂട്ട് ഓഫ് മൊണോപ്പൊളീസ് ആണ് സത്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ പാറ്റന്റ് സ്റ്റാറ്റ്യൂട്ട്. ഇന്നത്തെ രൂപത്തിലുള്ള പാറ്റന്റ് ഒന്നും അല്ല, മറ്റു രൂപത്തിലാണ്. ഇന്നത്തെ പോലെയുള്ള ഇൻവെന്റർക്കല്ല അന്നത് കൊടുത്തിരുന്നത്. അന്ന് യൂറോപ്പിലെ മറ്റുള്ള പല രാജ്യങ്ങളും, പ്രധാനമായിട്ടും ജർമ്മനിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടെക്നോളജിക്കലി അത്ര അധികം മുന്നോട്ടല്ലാതിരുന്ന ഇംഗ്ലണ്ടിലേക്ക്, ജർമ്മനിയിലും മറ്റ് ഇറ്റലിയിലും ഒക്കെ പോയിട്ട് ടെക്നോളജി, അവിടെ ഓൾറെഡി പ്രാക്ടീസിലുള്ള ടെക്നോളജി കണ്ടെത്തിയിട്ടല്ല അവിടുന്ന് കൊണ്ടുവരുന്ന ആൾക്കാർ, ആസ് എ പേഴ്സൺ ഹു ഈസ് ബ്രിങ്ങിങ് ഇൻ ടെക്നോളജി ടു ദ ജൂറിസ്ഡിക്ഷൻ, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് പാറ്റന്റ് കൊടുത്തത്. സ്റ്റാറ്റ്യൂട്ട് ഓഫ് 1624, which is considered to be the first statute relating to patent.
അപ്പോൾ അതും നമ്മൾ കാണുന്ന പറഞ്ഞാൽ പാറ്റന്റ് ഇറ്റ് ഈസ് അതിന്റെ സബ്ജക്ട് മാറ്റർ ടെക്നോളജി തന്നെയാണ്. അല്ലെങ്കിലും ടെക്നോളജി കൊണ്ടുവരുന്ന ആൾക്കാരും അതിന്റെ ജൂറിസ്ഡിക്ഷനിൽ ക്രൗണിന്റെ ജൂറിസ്ഡിക്ഷനിലുള്ള ഇക്കണോമിക് യൂട്ടിലൈസേഷൻ ഓഫ് ദാറ്റ്, ക്രൗണിന്റെ ജൂറിസ്ഡിക്ഷനിലുള്ള ആൾക്കാരെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അതിവിടെ കൊമേഴ്ഷ്യലി യൂട്ടിലൈസ് ചെയ്യുക, അത് വർക്ക് ചെയ്യുക, അങ്ങനെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അങ്ങനെയുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റാറ്റ്യൂട്ട് ആയിട്ടാണ് സ്റ്റാറ്റ്യൂട്ട് ഓഫ് മോണോപ്പൊളീസ് വരുന്നത്. Kindly note that this was India 1624 and this is the first statute that dealt with patents. നമ്മൾ കാണുന്നത് നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആണ്. നൗ IP, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ട്രേഡ് ആൻഡ് കൊമേഴ്സുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. ആ ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിയമം ഇവിടെ വരുന്നത്. ആ ഒരു കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇന്റർനാഷണൽ ആംഗിൾ, ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മാർക്കറ്റ്സ് ആൻഡ് ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു ചെറിയ ഒരു എന്റേതായ അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ഡിസ്കഷൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ I just wanted to share with the esteemed audience. Now Miss Bindu, you have anything to ask? നമുക്ക് യങ് ഓഡിയൻസും കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? Now what's the connection of this particular picture with intellectual property? GI. Sorry? GI, geographical indication. It could be geographical indication also. അങ്ങനെ geographical indication കൂടായില്ല ആകാം. It could be geographical indication as Mr. Abraham Joseph said. ഇത് പക്ഷേ ഇതൊരു geographical indication എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലല്ല. ഓഫ് കോഴ്സ് അങ്ങനെ ആകാം. പക്ഷെ ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇത് IP ആയിട്ട് ബന്ധപ്പെട്ട് വരിക, IP-യും മാർക്കറ്റും തമ്മിലുള്ള ഒരു ബന്ധവും മറ്റുമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്റർനാഷണൽ കോണ്ടെക്സ്റ്റ് ഓഫ് IP, സർട്ടൻ ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് ആൻഡ് ഇന്റർനാഷണൽ ട്രീറ്റീസ് റിലേറ്റഡ് ടു IP, അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. Now ഇങ്ങനെയുള്ള ഒരാള് എത്ര കുടങ്ങൾ അല്ലെങ്കിൽ മൺകുടങ്ങൾ പോട്ട്സ് ഒരു ദിവസം ഉണ്ടാക്കും എന്ന് ചിന്തിക്കാം. ഒരാൾ കൈകൊണ്ട് സാധാരണ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര കുടങ്ങൾ ഉണ്ടാക്കും? കൂടി വന്നു കഴിഞ്ഞാൽ 10 അല്ലെങ്കിൽ 15 കുടങ്ങൾ ഉണ്ടാക്കുമായിരിക്കും. അറ്റ് ദ മോസ്റ്റ് ഇറ്റ് ക്യാൻ ബി സോൾഡ് ഇൻ ദ നിയർ ബൈ ഹൗസ് ഹോൾഡ്സ്. നൈബർഹുഡിൽ മാത്രം കൊടുക്കാവുന്ന ഒരു മാർക്കറ്റ് മാത്രമേ ഇദ്ദേഹത്തിന് ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് കണ്ടംപ്ലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഹി ഈസ് പ്രൊഡ്യൂസിങ് ഓൺലി ദാറ്റ് മച്ച്, അത്രമാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം ഇതൊരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെഷീൻ കണ്ടെത്തി കഴിഞ്ഞു. ഇതൊരു മെഷീനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഇപ്പോൾ കാണാവുന്ന കുടങ്ങളൊന്ന് നോക്കിക്കോ, അതിന്റെ നമ്പർ കൂടുതലാണ്. അതിന്റെ നമ്പർ കൂടുതലാണെങ്കിൽ അയാൾക്ക് ചുറ്റുവട്ടത്തും അയൽപ്പക്കത്ത് മാത്രമല്ല, മേ ബി ആ വില്ലേജിൽ മുഴുവൻ ഉണ്ടാക്കാവുന്ന കൊടുക്കാവുന്ന കുടങ്ങൾ അദ്ദേഹം ഉണ്ടാക്കും. ഈസ് മേക്കിംഗ് മോർ നമ്പർ ഓഫ് പോട്ട്സ്. സോ അവിടെ ഒരു മാർക്കറ്റ് പോലെ നമ്മൾ കാണുകയാണെങ്കിൽ, ഒരു ടെക്നോളജി വന്ന സമയത്ത് അത് ഒരു പ്രൊഡക്ഷൻ, മാസ് പ്രൊഡക്ഷനിലേക്ക് മാറുമ്പോൾ, ലിറ്റിൽ ബിറ്റ് ഓഫ് കമ്മ്യൂണിസം ഓൾസോ, സോഷ്യലിസം, മാസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൂടുതൽ നമ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ, ദിസ് പേഴ്സൺ വിൽ തിങ്ക് ഓഫ് എ മാർക്കറ്റ് ലൈക്ക് എ വില്ലേജ്. ഒരു വില്ലേജിൽ മുഴുവൻ കൊടുക്കാനുള്ള സാധനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹി റിക്വയർസ് എ ലാർജർ മാർക്കറ്റ്. നൗ അത് കുറച്ചും കൂടി വലിയ രീതിയിലായി. ഒരു ഫാക്ടറി പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഓടുണ്ടാക്കാം, അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാം. അവര് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതിന്റെ നമ്പർ, ജസ്റ്റ് ലുക്ക് അറ്റ് ദ പിക്ചർ നൗ. അഗൈൻ ദിസ് ഈസ് റിലേറ്റഡ് ടു ടെക്നോളജി. ടെക്നോളജി മുന്നോട്ട് പോകുമ്പോഴാണ് ആ പ്രൊഡക്ഷൻ ടൂൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത്, വെൻ പ്രൊഡക്ഷൻ ടൂൾസ് നന്നായിട്ടുണ്ടാവുന്ന സമയത്ത്, you are looking for, the producers are looking for a bigger market. So അവരുടേതായ രീതിയിലുള്ള ടെക്നോളജിക്കൽ മെഷേഴ്സ് ആണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അവർ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇത് അവർക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ആശ അവർക്കുണ്ട്. മറ്റുള്ളവർ അത് ഉപയോഗിക്കുന്നതിൽ അവർക്ക് ആശങ്കയുമുണ്ട്.
അപ്പൊ തീർച്ചയായിട്ടും ദേ ആർ ലുക്കിംഗ് ഫോർ എ ബിഗർ മാർക്കറ്റ്. കേരള പോലെയുള്ള ഒരു മാർക്കറ്റോ അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള ഒരു മാർക്കറ്റോ അവർക്ക് ആവശ്യമാണ് when they are producing in this scale. So mass production based on ഇങ്ങനെയുള്ള ടെക്നോളജി, മാസ് പ്രൊഡക്ഷൻ ഉള്ള ടൂൾസ് ഉണ്ടാവുന്ന സമയത്ത് they will be looking for a bigger market. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു സാധാരണ ഒരു സ്വന്തം പണി മാത്രം ചെയ്ത് നിൽക്കുന്ന ഒരു കർഷകൻ അതിൽ നിന്നും ഈ രീതിയിൽ ചെയ്യുന്ന ഒരു ബ്രീഡർ, ഒരു വലിയ കർഷകൻ, ആ കർഷകൻ വിൽക്കുന്നതും ആ കർഷകൻ മനസ്സിൽ വെക്കുന്ന മാർക്കറ്റും ഇങ്ങനെയുള്ള ഒരു വലിയ കർഷകൻ, അമേരിക്കൻ പലപ്പോഴും അമേരിക്കയിലൊക്കെ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ പഞ്ചാബിലും ഒക്കെ നമ്മൾ ഇവിടെ കാണുന്ന രീതിയിലുള്ള വലിയ ബിഗർ മാർക്കറ്റിന് വേണ്ടിയിട്ട് ബിഗർ പ്രൊഡക്ഷൻ, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച്, ടെക്നോളജിക്കൽ ഇന്നോവേഷൻ അനുസരിച്ച് they will require bigger market. Now, ഇവിടെയാണ് സത്യം പറയുകയാണെങ്കിൽ ഒരു ഇന്റർനാഷണൽ യൂണിഫോമിറ്റി ഓഫ് ട്രേഡ് റൂൾസിന്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കുടം ഉണ്ടാക്കുന്ന ആളും അല്ലെങ്കിൽ ഒരു കുറച്ച് മാത്രം കൃഷി ചെയ്യുന്ന ആളിൽ നിന്നും വലിയ മീൻസ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് എത്തുക, അത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആണ്. അതൊന്നും നമ്മൾ ഓരോ സ്റ്റെപ്പുകളായിട്ട് നോക്കേണ്ട കാര്യമില്ല. Now they have reached such a situation that they are producing so much that സ്വന്തം രാജ്യം എന്ന് പറയുന്ന മാർക്കറ്റിൽ പോലും വിറ്റഴിക്കുന്നതിൽ കൂടുതൽ, ഒരു രാജ്യത്ത് വിറ്റഴിക്കാവുന്നതിൽ കൂടുതലുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ വരും. So they require multinational markets. Their market will not be or should not be. They'll be eyeing to markets bigger than their country. അവിടെയാണ് ഇന്റർനാഷണൽ മാർക്കറ്റ്സ് വരുന്നത്, മൾട്ടിനാഷണൽ കമ്പനീസ് വരുന്നത്. ബിക്കോസ് ഇന്ത്യയിൽ മാത്രം വിറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ കമ്പനി വലിയൊരു കമ്പനി ആകുമ്പോൾ യൂറോപ്പിലുള്ള ജർമ്മനിയിൽ മാത്രമോ ഇറ്റലിയിൽ മാത്രമോ വിറ്റഴിക്കാവുന്ന അത്രയും പ്രൊഡക്ഷൻ അല്ല അവർ നടത്തുന്നത്. They are producing so much that they wanted to sell that in a bigger market. അവർക്ക് they require bigger market. അങ്ങനെ ബിഗർ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്ന സിറ്റുവേഷൻ വന്നപ്പോൾ there were certain problems they faced. അവർ ചില പ്രോബ്ലംസ് ഫേസ് ചെയ്തു. ആ പ്രോബ്ലംസ് ഫേസ് ചെയ്ത പ്രോബ്ലംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഡിഫറെന്റ് രാജ്യങ്ങളില് ഡിഫറെന്റ് ട്രേഡ് റൂൾസ് ആണ്. പലപ്പോഴും യു ഹാഡ് ടാരിഫ് ബാരിയേഴ്സ്. ഇന്ത്യ തന്നെ അറിയാം, ഇന്ത്യ വാസ് മിക്സ്ഡ് ഇക്കോണമി, ഒരു സോഷ്യലിസ്റ്റ് പാറ്റേണിലാണ് നമ്മൾ 1947 പ്രത്യേകിച്ച് നെഹ്റുവിന്റെ ഒക്കെ ഇൻഫ്ലുവൻസിൽ ഒരു നമ്മൾ സോഷ്യലിസ്റ്റ് പാറ്റേണിലാണ് പോയിരുന്നത്. ഇപ്പൊ ഒരു ഫോറിൻ രാജ്യത്തു നിന്നും ഒരു കാറ് കൊണ്ടുവരണമെങ്കിൽ 200%, 300% ഒക്കെ ആയിരുന്നു മാർക്കറ്റ്. വി ഹാഡ് ബാരിയേഴ്സ് ഫോർ ദാറ്റ്. ട്രേഡ് ബാരിയേഴ്സ് ഉണ്ടായിരുന്നു ഒരു മാർക്കറ്റിൽ നിന്നും മറ്റൊരു മാർക്കറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി. ബിഗ് പ്രൊഡ്യൂസിംഗ് കമ്പനീസിന് ഇറ്റ് വാസ് എ പ്രോബ്ലം. ആൻഡ് അഗൈൻ another problem was that ഈ പറയുന്ന മറ്റു പല മാർക്കറ്റുകളിലും ഇപ്പൊ പ്രത്യേക ലിബറൽ ഇക്കോണമീസ് വരുന്നവർക്ക് സോഷ്യലിസ്റ്റ് ഇക്കോണമിയിലുള്ള ട്രേഡ് റൂൾസ്, പലപ്പോഴും ടാക്സുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആയാലും ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആയാലും അതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻസ് ഒക്കെ ഇറ്റ് വാസ് വെരി ഡിഫറെന്റ്. സോ ട്രേഡ് ബാരിയേഴ്സ് ആൻഡ് ട്രേഡ് റിയാലിറ്റീസ് വെരി ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് കൺട്രീസ്. അതൊരു ഇന്റർനാഷണൽ ലെവലില് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് ഒരു പ്രോപ്പർ മാർക്കറ്റ്, ഒരു നല്ല ഒരു കൺജീനിയൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ നിങ്ങൾക്കിപ്പം ഞാനുള്ള ഒരു സ്ക്രീനിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ മാസ് പ്രൊഡക്ഷനിലേക്ക് വരുന്നു. അതുകൂടാതെ ഡെവലപ്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഒരു സ്ഥലത്തു നിന്നും മറ്റുള്ള സ്ഥലത്തേക്ക് സാധനങ്ങൾ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷനുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഭയങ്കരമായിട്ട് വരുന്നു. അതുകൂടാതെ തന്നെ അമേരിക്കയിൽ തന്നെ ഇരുന്നുകൊണ്ട് ഇന്ത്യയിലുള്ള ആൾക്കാരെ പോലും കൺട്രോൾ ചെയ്യാവുന്ന, അയാളെ ലോഗിൻ ചെയ്യിച്ച് കൺട്രോൾ ചെയ്യാവുന്ന, അല്ലെങ്കിൽ അയാളുമായിട്ട് വീഡിയോ കോൺഫറൻസ് മീറ്റിംഗ് ചെയ്യാവുന്ന കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് വലിയ കമ്പനികളെ സംബന്ധിച്ച് they produced a lot, they had the means to control it also. അതുകൊണ്ട് തന്നെ they required bigger markets. അങ്ങനെയുള്ള ബിഗർ മാർക്കറ്റ്സിനെ കുറിച്ച് അവർ ചിന്തിച്ചപ്പോൾ ഈ ട്രേഡ് ബാരിയേഴ്സ് were there and also trade realities, trade regulations in different countries were very different. അങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് കോമൺ സെൻസിക്കലി ഏത് ഗ്രീഡി ആയിട്ടുള്ള കമ്പനിയും ഏത് ഗ്രീഡി ആയിട്ടുള്ള മനുഷ്യനും ചിന്തിക്കുന്നത് പോലെ those companies also started to think of international uniformity of trade rules. Just look at the title of this slide. These companies felt
the need for international unity of trade rules. അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ബിഗർ മാർക്കറ്റ്സിന് പറ്റിയ രീതിയിലുള്ള കൺജീനിയൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. അവർക്ക് അവരുടെ രാജ്യം മാത്രം മാർക്കറ്റായിട്ട് പോരാ, അവർക്ക് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ മാർക്കറ്റ് വേണം. ഇന്റർനാഷണൽ ലെവലിൽ മാർക്കറ്റ് വേണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും ഒരുപോലെയുള്ള മാർക്കറ്റ് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ട്രേഡ് റൂൾസ് സിമിലർ ആയിരിക്കണം. അവിടത്തേക്ക് ചെല്ലാനുള്ള ട്രേഡ് ബാരിയേഴ്സ് ഉണ്ടാവാൻ പാടില്ല. ഇതിനുള്ള പണി അവര് തുടങ്ങിയിരുന്ന 1948 മുതലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലിബറൽ ഗ്രൂപ്പും സോഷ്യലിസ്റ്റ് ഗ്രൂപ്പും ഒക്കെ ആയിട്ട് വന്നതിന് ശേഷം വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് ഈ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളുടെ പ്രസൻസ് കൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. അവർക്ക് ഈ രീതിയിലുള്ള ഒരു ഇന്റർനാഷണൽ ലിബറൽ ഒരു സിംഗിൾ ഇക്കോണമി, സിംഗിൾ മാർക്കറ്റ് എന്നുള്ള സിറ്റുവേഷനിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മേ ബി ഇൻ 1989 the biggest communist country withered away, largest communist country എന്ന് വിചാരിച്ചിരുന്ന USSR withered away. ഗോർബച്ചേവ് ഒക്കെ അവരുടേതായ രീതിയിൽ ഉണ്ടായിരുന്നു. സെൽഫ് ഡിറ്റർമിനേഷൻ റൈറ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം അതിനുശേഷം സത്യം പറയുകയാണെങ്കിൽ സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ഇൻ എ വേ ഇറ്റ് ഹാസ് ബിക്കം വീക്കർ ആൻഡ് ദിസ് ലിബറൽ ബ്ലോക്ക് ഹാസ് ബിക്കം ഇമ്പോർട്ടൻറ്റ്. ലിബറൽ ബ്ലോക്കും അതിന്റെ ബന്ധപ്പെട്ട ഇവരുടെ ഈ നേരത്തെ പറഞ്ഞ ആവശ്യങ്ങളും കൂടുതൽ ഇന്റർനാഷണൽ അജണ്ടയിൽ, ഇന്റർനാഷണൽ ട്രേഡ് അജണ്ടയിൽ പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. ബിക്കോസ് ലിബറൽ ദി സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് വിതേഡ് അവേ എന്ന ഒരു രീതിയിൽ പറയും. സോ ദാറ്റ് ഹാപ്പൻഡ് ഇൻ 1989. USSR ഓൾമോസ്റ്റ് ഇല്ലാതായി. ദേ ടുക്ക് സം 5 to 6 years, 5-6 വർഷം അവർക്ക് ആ ഇന്റർനാഷണൽ ലിബറൽ ഐഡിയാസ് ഒന്ന് ക്രോഡീകരിച്ച് ഇന്റർനാഷണൽ ലെവലിൽ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ യൂണിഫോമിറ്റി ഉണ്ടാകും എന്ന് അവർക്ക് നെഗോഷിയേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. അങ്ങനെ കൊണ്ടുവന്ന പുതിയ വേർഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് റൂൾസിനെയാണ് നമ്മൾ GATT എന്ന് പറയുന്നത്. ജനറൽ എഗ്രിമെന്റ്സ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ്. Am I making sense, Safi sir? Yes sir, yes sir. Yes sir. I think because അത് ഇത് വെറുതെ ഒരു പുസ്തകത്തിലുള്ളത് മാത്രമല്ലല്ലോ നമ്മൾ പറയുന്നത് സാറിന്. തീർച്ചയായിട്ടും ബിക്കോസ് ഇന്റർനാഷണൽ അതെ കാരണം നമ്മുടെ സ്റ്റുഡൻസ് LLM സ്റ്റുഡൻസ് ഓർ ടീച്ചേഴ്സ് ആണ്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. And we have international treaties also. We are going to discuss it. അത് വെറുതെ ഇതിങ്ങനെ പറഞ്ഞ പോലെ മാത്രമല്ല, നമുക്ക് ഓപ്ഷൻ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസ് എന്റെ മനസ്സിലുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് യു ഹാവ് ഗാട്ടിന്റെ പുതിയ വേർഷൻ ഹാസ് കം. 1948 വേർഷൻ അല്ല, പുതിയ വേർഷൻ വന്നു. ദാറ്റ് ഈസ് ജനറൽ എഗ്രിമെന്റ്സ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ്. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസ്, ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസ് ഉണ്ട്, സർവീസസുമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസ് ഉണ്ട്, ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസ് ഉണ്ട്. പുതിയൊരു സബ്ജക്ട് മാറ്ററും അവർ ഇതിലേക്ക് പുഷ് ചെയ്തു. ദാറ്റ് ഈസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. സോ വേൾഡ് ട്രേഡ് നടക്കുന്നത് 3 സബ്ജക്ട് മാറ്റേഴ്സിലാണ്. വേൾഡ് ട്രേഡ് ഹാപ്പൻസ് ഇൻ ഗുഡ്സ്, വേൾഡ് ട്രേഡ് ഹാപ്പൻസ് ഇൻ സർവീസസ് ആൻഡ് വേൾഡ് ട്രേഡ് ഹാപ്പൻസ് ഇൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇത് ഈ 3 സബ്ജക്ട് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർനാഷണൽ ലെവലില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മൂത്ത് ആയിട്ട് ബാരിയേഴ്സ് ഇല്ലാതെ യൂണിഫോം റൂൾസിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർനാഷണൽ ട്രേഡ് ചെയ്യേണ്ട ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് GATT റൂൾസ് നിലവിൽ. ലിബറൽ ബ്ലോക്കിന്റെ അപ്പർ ഹാൻഡ് വരുന്ന സാഹചര്യം അമേരിക്ക ആൻഡ് അതർ യൂറോപ്യൻ കൺട്രീസ് ആൻഡ് അതർ കൺട്രീസ്. ചൈനയും ഒരു ലിബറൽ കൺട്രിയായി മാറി എന്നുള്ളതാണ് ഒരു തോന്നൽ. ഓക്കെ, ദാറ്റ് ഇസ് ജസ്റ്റ് എ സ്റ്റേറ്റ്മെന്റ്. സോ ഇങ്ങനെയുള്ള ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കുറെ അനവധി ഏരിയാസ് അവർ ഐഡന്റിഫൈ ചെയ്തിരുന്നു. ആ ഏരിയാസിലെല്ലാം അവർ ഇന്റർനാഷണൽ ട്രീറ്റീസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ യൂണിഫോമിറ്റി കൊണ്ടുവന്നു. ഇതെല്ലാം കൺവെൻഷൻസിന്റെയോ ട്രീറ്റീസിന്റെയോ അടിസ്ഥാനത്തിലാണ് ചെയ്തത്. ആൻഡ് ദിസ് വാസ് എ സെറ്റ് ഓഫ് റൂൾസ്. ഇത് ഒരു കൺവെൻഷൻ അല്ല, ഒരു ട്രേഡ് എഗ്രിമെന്റ് അല്ല, ഇറ്റ് വാസ് എ സെറ്റ് ഓഫ് റൂൾസ്. അങ്ങനെയുള്ള ആ സെറ്റ് ഓഫ് റൂൾസിനെയാണ് ജനറൽ എഗ്രിമെന്റ്സ് നമ്മൾ പറയുന്നത്. ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് ആണ് ഇന്റർനാഷണൽ ജനറൽ എഗ്രിമെന്റ്സ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ്. ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട, ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ എഗ്രിമെന്റ്സിനെയാണ് നമ്മൾ GATT എന്ന് പറയുന്നത്. ഇങ്ങനെ GATT നിലവിൽ വരികയും അല്ലെങ്കിൽ GATT എഗ്രിമെന്റ്സ് സെറ്റിൽ ചെയ്തതിനു ശേഷം നമ്മൾ കാണുന്നത് പലപ്പോഴും ഇന്റർനാഷണൽ ലോയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീക്ക് പോയിന്റ്, ഒരു എൻഫോഴ്സ്മെന്റ് മെക്കാനിസം ഇല്ലെന്നുള്ളത്. കുറെ റൂൾസ് നമ്മൾ നല്ല രസത്തിൽ എഴുതി വെക്കും,
പലപ്പോഴും ബിഗർ പ്ലേയേഴ്സ് ആയാലും പലപ്പോഴും പല പ്ലേയേഴ്സ് ഇൻ ദ ഇന്റർനാഷണൽ മാർക്കറ്റ് രാജ്യങ്ങൾ അത് ഫോളോ ചെയ്തില്ലെങ്കിലും മുഴുവനായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ അതിന്റെ ചില മെക്കാനിസംസ് ഒക്കെ ഉണ്ട്. പക്ഷെ മുഴുവനായിട്ടും എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇന്റർനാഷണലോടെ ഒരു പ്രോബ്ലം. ഇന്റർനാഷണൽ ഈസ് എ വാനിഷിംഗ് പോയിന്റ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്നൊക്കെ പറഞ്ഞ് ഇന്റർനാഷണൽ അത്രയും മോശമാക്കി പറയാനുള്ള കാരണം അതാണ്. അപ്പോഴ് ഈ പറയുന്ന എഗ്രിമെന്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് IPCയുടെ കാര്യത്തിലൊക്കെ എന്ന് പറയുന്നത് നമുക്ക് പോലീസുണ്ട്, കോടതിയുണ്ട്, ജയിലുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. യു ഹാവ് എ ഡൊമസ്റ്റിക് എൻഫോഴ്സ്മെന്റ് മെക്കാനിസം. Similarly, to enforce these international trade rules, which are in the form of GATT, you had to have, or rather they thought, the liberal group thought that they need to have an organization to enforce these trade rules. വെറുതെ റൂൾസ് ഉണ്ടാക്കി വെച്ചിട്ട് അതിങ്ങനെ വയലേറ്റ് ചെയ്ത് കണ്ടിരിക്കുന്നതിനെക്കാട്ടും നല്ലത് കുറച്ചും കൂടിയൊക്കെ എൻഫോഴ്സിബിലിറ്റി 100% വന്നില്ലെങ്കിലും കൂടുതൽ എൻഫോഴ്സിബിലിറ്റി ഉണ്ടെങ്കിൽ ദിസ് വുഡ് ബി മോർ മീനിങ്. അത് മാത്രമല്ല വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് വരുന്ന സംഭവമാണ്. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് യു ഹാവ് an organization which can enforce these GATT rules. അങ്ങനെ GATT rules എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. വേൾഡ് ട്രേഡിലെ ആ ഓർഗനൈസേഷനാണ് നമ്മൾ WTO or World Trade Organization എന്ന് പറയുന്നത്. World Trade Organization, which was established in 1995. Kindly note that, you know the expansion. World Trade Organization, which was established in 1995, was established for the purpose of ensuring enforcement and administration of GATT agreements. General Agreements on Tariff and Trade എന്ന് പറയുന്ന ഈ പറയുന്ന ഇന്റർനാഷണൽ ട്രേഡ് എഗ്രിമെന്റ്സിന്റെ എൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വേൾഡ് ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, which was established in 1995. And it has got its headquarters in Geneva. Kindly note that as well. And as of now, as on yesterday also, it has got as many as 164 member countries. 164 ആണ്. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം നിർബന്ധമില്ല, അതിന് വ്യത്യാസം വരാം. മുന്നേ 150കളിലൊക്കെ ആയിരുന്നു, 164 എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ നോക്കിയപ്പോൾ WTOയുടെ സൈറ്റ് പറയുന്നു. നൗ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഞാനിവിടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട് 2-3 പോയിന്റ് ആ കോണ്ടെക്സ്റ്റിലാണ് ഇത് പറയുന്നത്. ഇവിടെ വേൾഡ് ട്രേഡില് ഇതിന് മുന്നേക്ക് ഉണ്ടായിരുന്ന ഗാട്ടിന്റെ വേർഷൻസിൽ പോലും ഉൾപ്പെടുത്താത്ത ഒരു സംഭവമാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. Intellectual property has become an equally important item of world trade. Goods പോലെ സർവീസ് പോലെ. അങ്ങനെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എൻഫോഴ്സ് ചെയ്യുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള എഗ്രിമെന്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ട്രിപ്സ് എഗ്രിമെന്റ്. ട്രിപ്സ് എഗ്രിമെന്റ്, TRIPS, ട്രിപ്സ് എഗ്രിമെന്റ്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് agreement, TRIPS agreement. Now, either you use the terminology LPG. It is not liquefied petroleum gas. It is liberalization. Liberalization has come all around the world. Private players have a bigger role to play, and this is there all around the world. അതാണ് നമ്മൾ LPG ഗ്ലോബലൈസേഷൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവർ ചെയ്തിരിക്കുന്നത് ഒരു ലിബറൽ ഇത് വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ട്രീറ്റീസിലേക്കാണ് നമ്മൾ വരുന്നത്, WTO GATT ട്രീറ്റീസിലേക്ക്. ഇവർ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഗാട്ടിന്റെ മെമ്പർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 10-60ഓളം WTO ട്രീറ്റീസ് ഉണ്ട്. അതിൽ തന്നെ സബ്ജക്ട് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട 27 ഏരിയാസ് ഒക്കെ ഉണ്ട്. ആ 27 ഏരിയാസിലും ഈ പറയുന്ന 164 രാജ്യങ്ങളും സെപ്പറേറ്റ് ബൈലാറ്ററൽ നെഗോസിയേഷൻ നടത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് സെഞ്ചുറീസ് ടുഗദർ. സെഞ്ചുറീസ് കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും യൂണിഫോമിറ്റി ഉണ്ടാവും. അതുകൊണ്ട് വാട്ട് WTO ആൻഡ് GATT ആൻഡ് ലിബറൽ ഗ്രൂപ്പ് ഹാസ് ഡൺ ഇസ്, WTOയുടെ മെമ്പർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മെമ്പറും ഈ പറയുന്ന 60 അല്ലെങ്കിൽ 20 ഈ പറയുന്ന ഓരോ സബ്ജക്ട് മാറ്റേഴ്സ്, ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഓരോ സബ്ജക്ട് മാറ്റേഴ്സിലും എല്ലാ രാജ്യങ്ങളുമായിട്ടും 164 രാജ്യങ്ങളുമായിട്ടും ട്രീറ്റിയിൽ ഏർപ്പെടുന്നതിന് തുല്യമായിട്ട്. അപ്പൊ അത്രയധികം ക്രോസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ബൈലാറ്ററൽ ട്രീറ്റീസിന്റെ ഒന്നിച്ചുള്ള ഒരു വരവാണ് സത്യം പറയുന്ന WTO മെമ്പർ ആവുക.
അപ്പോൾ ഇന്ത്യ WTO member ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ India has entered into 27 or 60 agreements, 60 international treaties with 164 countries. ഇത് തന്നെയാണ് ഓരോ രാജ്യങ്ങളുടെയും സ്ഥിതി. ഉഗാണ്ടയാണെങ്കിലും Uganda has entered into treaties with 164 countries in all these areas of trade. They were just setting up a system for trade. World Trade Organization എന്നുള്ള വാക്ക് ശരിക്കും അന്വർത്ഥമാക്കിക്കൊണ്ടു. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ മൾട്ടിലാറ്ററൽ സിസ്റ്റം എന്ന്. ജസ്റ്റ് ലുക്ക് അറ്റ് ദ പിക്ചർ. ഇങ്ങനെ ഓരോ രാജ്യങ്ങളും ഈ പറയുന്ന എല്ലാ ഏരിയാസിലും എല്ലാ രാജ്യങ്ങളുമായിട്ട് ഒന്നിച്ച് എഗ്രിമെന്റ് ഏർപ്പെടുന്ന രീതിയിലുള്ള സിറ്റുവേഷനിലേക്ക് വരുന്നു. So that you have a world market, you have uniformity of trade rules, you do not have trade barriers, so you have a multilateral system. അതിനെയാണ് നമ്മൾ WTOയുടെ multilateral system എന്ന് പറയുന്നത്. each with everyone else. ഓരോരുത്തരുമായിട്ട് നമ്മൾ ഓരോരുത്തരും ബന്ധപ്പെട്ടു, ഓരോ രാജ്യങ്ങളും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടു. ഇതിൽ നിന്നും you cannot opt out. ഞങ്ങൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള എഗ്രിമെന്റ് ഒപ്പിടില്ല എന്ന് പറയാൻ പറ്റും. If once you become member of WTO, it means that you have entered into 60 agreement with all the 164 countries. For each country, it is real. So this is the situation, and this is known as multilateral system. A multilateral system ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്ട് മാറ്റർ ആണ് intellectual property rights. So India is also part of WTO. India has become part of WTO, and we are bound by that. And it is because of this that intellectual property also has become an important subject matter, even for UGC NET and even for our LLB studies. World Organization കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. World Trade Organization has 164 members, which is it was established in 1995. It has got its headquarters in Geneva. അതിന്റെ പിന്നെ മറ്റുള്ള ആരാണ് അതിന്റെ ഹെഡ് എന്നുള്ളതൊക്കെ നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ മതി. At its heart are the WTO agreements. GATT agreements are in the heart, negotiated and signed by the bulk of world's trading nations and ratified in their parliaments. The goal is to ensure that trade flows as smoothly, predictably, and freely as possible. ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് എന്നുള്ളതാണ് ഈ ഒരു സെന്റൻസിൽ അത് പറഞ്ഞത്. കുറച്ച് പോളിഷ്ഡ് ആയിട്ട് കോഡിഫൈഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്റർനാഷണൽ ട്രേഡിന്റെ കാര്യത്തിൽ യൂണിഫോമിറ്റി ഉണ്ടാവാനും റെഗുലേഷൻസ് കുറയാനും ബാരിയേഴ്സ് ഇല്ലാതിരിക്കാനും വേണ്ടി കുറേയധികം എഗ്രിമെന്റ്സ് ഒന്നിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്തിട്ടുള്ള അത് മോണിറ്റർ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് WTO. Now let's come to the IP laws in India. Let us just make a list of this. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ നിയമങ്ങൾ ഇതും ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. We have a Copyright Act 1957 with a major amendment in the year 2012. Kindly note. The Patent Act 1970, again a major amendment in 2005. You have Trademark Act 1999. You have GI Act, Geographical Indication Act 1999. You have Designs Act 2000. And we have the Semiconductor Integrated Circuits Layout Design Act 2000. There is yet another law, the Protection of Plant Varieties and Farmers' Rights Act 2001. And as far as trade secret is concerned, you do not have a statute. ഞാനിത് ഈ ഇയേഴ്സ് മാത്രം ഓർത്തു വെക്കാനോ ഇതിന്റെ പേര് മാത്രം ഓർത്തു വെക്കാൻ വേണ്ടി മാത്രമല്ല ഇത് പറയുന്നത്. I am also trying to make the point that each of these laws, ഈ പറയുന്ന എല്ലാ നിയമങ്ങളും 1995 ശേഷമാണ്. Though you have a law which was passed in 1957 that was thoroughly recast after 1995. There are important amendments, and there was a notable amendment in the year 2012, and we are WTO TRIPS agreement compliant as far as copyright is concerned. And as far as 1970 Act is concerned, patent ബന്ധപ്പെട്ട് 1970 ആക്ടിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള അതിന്റെ ബേസിക് റൂൾസിൽ നിന്നും പോലും കുറേയധികം മാറി വരുന്ന ഒരു നിയമമാണ് നമുക്കിപ്പോഴുള്ളത്. ഇറ്റ് വാസ് റീകാസ്റ്റ് ഇൻ ദി ഇയർ 2005. അത് WTOയില് പ്രധാനമായിട്ടും അതിന് പ്രധാനമായിട്ട് ഇത്രയും അമെന്റ്മെന്റ്സ് വരുത്തേണ്ട കാര്യം വന്നത്
WTO-ലെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡിയിൽ ഇന്ത്യക്കെതിരെ US കൊടുത്തിരിക്കുന്ന ഒരു കേസിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് in 2005 we had to recast our patent law, though it is still known as 1970 law. It is 1970 law as recast in 2005. അതിനുശേഷമുള്ള നിയമങ്ങളെല്ലാം നോക്കിയാൽ മതി, എല്ലാം 1995 ശേഷം. So it is because of the membership of WTO also, or maybe because of that factor, that intellectual property has become an important subject matter for us altogether, all around in India also. Now, WTO, there are trade in 3 items, as I said: goods, service, and intellectual property. Intellectual property ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ് ആണ് ട്രിപ്സ് എഗ്രിമെന്റ്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എഗ്രിമെന്റ്. സഫി സർ, ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ, 11:30 ആയി, പക്ഷെ നമുക്ക് തുടക്കത്തിൽ കുറച്ച് സമയം നഷ്ടപ്പെട്ടുകൊണ്ട് ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ് മീ സ്പില്ലിംഗ് ഓവർ എ ലിറ്റിൽ ബിറ്റ്. ഒരു 10-15 മിനിറ്റ് കൂടുതൽ എടുക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ? എടുക്കാം സർ, എടുക്കാം. Thank you so much. I'll just complete the ideas here. Now, intellectual property has got certain unique nature. We'll come back to that. We'll discuss it. Now, intellectual property at Bandapata, there are certain organizations which we need to understand, which is important even from multiple choice question point of view. 1967 established World Intellectual Property Organization. Kindly keep the expansion in mind. World Intellectual Property Organization. This is a UN agency. This is a UN agency, or rather United Nations arm of intellectual property. And WIPO is the Global Forum for Intellectual Property Services, Policy, Information and Cooperation. And WIPO is a self-funding agency of United Nations with 194 member countries. Its mission is to lead the development of a balanced, effective international IP system that enables innovation and for the benefit of all. There could be general policy statement in the matter. Now, സത്യം പറയുകയാണെങ്കിൽ ഈ വൈപ്പോയിലേക്ക് വരുന്നതിന് മുൻപ് വൈപ്പോവും WTOയും തമ്മിൽ ബന്ധങ്ങളുണ്ട്. ആ ബന്ധം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട the first international treaty relating to intellectual property rights, kindly note, was the Paris Convention for the protection of patents. Intellectual property subject matter ആയ പാറ്റന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി 1883 നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, ഡയഗ്രത്തിൽ കാണാം, 1883 ഉണ്ടായിരുന്ന കൺക്ലൂഡ് ചെയ്ത പാരീസ് കൺവെൻഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് പാറ്റൻസും ട്രേഡ് മാർക്കും ഡിസൈനും ഒക്കെയാണ് അതിന്റെ സബ്ജക്ട് മാറ്റർ ആയിട്ട് ഉണ്ടായിരുന്നത്. The second international treaty dealing with intellectual property rights is Berne Convention. Berne is in Germany, to my knowledge. അത് 1886 അതിൽ ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക് കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റി. കൈൻഡ്ലി നോട്ട് ദാറ്റ് ഓൾസോ. അത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി. And you had a Madrid agreement dealing with trademarks in the year 1891. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റപ്പ് ചെയ്തൊരു ഓർഗനൈസേഷൻ, ലൂസ് ഓർഗനൈസേഷൻ ആണ് BIRPI. അങ്ങനെയൊക്കെ വന്നിട്ട് അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. 1970ലേക്ക് വന്നപ്പോഴേക്കും this organization was, this BIRPI has become WIPO. WIPO ആയി UN-ന്റെ ഭാഗമായി മാറുകയും ചെയ്തു. So WIPO was established in 1970. 67 agreement ഒക്കെ വന്നു. 70 ശരിക്കും സെറ്റപ്പ് ചെയ്യപ്പെട്ടത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. Now, what's the relation between now I'll just, before I go to കുറച്ച് ചില ട്രീറ്റീസ് ഒക്കെ ഉണ്ട്. There are to my knowledge as 26
26 treaties intellectual property ആയി ബന്ധപ്പെട്ട 26 treaties. അതിൽ വ്യത്യാസങ്ങൾ വരാം. 26 treaties വൈപ്പോ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. എല്ലാ ട്രീറ്റീസും നമ്മൾ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇതിൽ സബ്സ്റ്റാൻറ്റീവ് ട്രീറ്റീസ് ഉണ്ട്, പ്രൊസീജിയറൽ ട്രീറ്റീസ് ഉണ്ട്. സബ്സ്റ്റാൻറ്റീവും പ്രൊസീജിയറും നമ്മുടെ വ്യത്യാസം ഞാൻ പറയേണ്ട കാര്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ലെഫ്റ്റ് സൈഡിലുള്ള സബ്സ്റ്റാൻറ്റീവ് ട്രീറ്റീസ് ആണ്, റൈറ്റ് സൈഡിലുള്ളത് പ്രൊസീജിയറൽ ട്രീറ്റീസ് ആണ്. സബ്സ്റ്റാൻറ്റീവ് ട്രീറ്റീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ടെണ്ണം ഞാനിവിടെ ഒന്ന് ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബേൺ കൺവെൻഷൻ, പാരീസ് കൺവെൻഷൻ, എക്സെട്ര. പ്രൊസീജിയറൽ ട്രീറ്റീസിലും കുറെ എണ്ണം ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ ഞാനൊന്ന് ജസ്റ്റ് എടുത്ത് പറയാം. ഒന്ന് പാറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റിയാണ്, PCT എന്ന് പറയും. ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് ആയിട്ട് PCT. ഇറ്റ് ഈസ് എ പ്രൊസീജിയറൽ ട്രീറ്റി which makes international filing of patents easier. Patents in the international filing procedure, registration procedure ഒക്കെ ഈസി ചെയ്യുന്ന ഒരു ട്രീറ്റിയാണ് PCT 1970. ഇന്റർനാഷണൽ പാറ്റന്റ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇല്ല. പക്ഷെ ഇന്റർനാഷണൽ മറ്റുള്ള എല്ലാ രാജ്യങ്ങളും മറ്റു പല മെമ്പർ രാജ്യങ്ങളിലും ഒരേ സമയത്ത് സൈമൾട്ടേനിയസ് ആയിട്ടൊക്കെ രജിസ്ട്രേഷൻ വേണ്ടി പ്രൊസീജിയർ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി അലൗ ചെയ്യുന്ന ഒരു ട്രീറ്റിയാണ് പാറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റി PCT. പിന്നെ മാഡ്രിഡ് എഗ്രിമെന്റ് ആൻഡ് മാഡ്രിഡ് പ്രോട്ടോകോൾ എന്ന് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു ട്രേഡ് മാർക്ക്. അത് പ്രകാരം ഇന്റർനാഷണൽ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഓഫ് ട്രേഡ് മാർക്ക് ഈസി ആക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ് മാഡ്രിഡ് പ്രോട്ടോകോൾ എന്ന്. മാഡ്രിഡ് എഗ്രിമെന്റിന്റെ ഒരു ഭാഗമായിട്ട് ഇതിനകത്ത് കൈൻഡ്ലി നോട്ട് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് മാർക്ക്. വൈപ്പോ ബ്യൂറോയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡെസിഗ്നേറ്റഡ് കൺട്രീസിൽ ഒന്നിച്ച് സൈമൾട്ടേനിയസ്ലി ട്രേഡ് മാർക്ക് റൈറ്റ് കിട്ടാകുന്ന ഒരു സിറ്റുവേഷൻ മാഡ്രിഡ് പ്രോട്ടോകോൾ സിസ്റ്റം പ്രകാരമുണ്ട്. അങ്ങനെയുള്ള മാഡ്രിഡ് പ്രോട്ടോകോൾ പ്രകാരമൊക്കെ ഉള്ള ഒരു ഇന്റർനാഷണൽ ഓഫീസാണ്, ട്രേഡ് മാർക്ക് ഓഫീസാണ് ഇന്ത്യൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസ്. അതുപോലെ തന്നെ പാരീസ് പാറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റി പ്രകാരം ഇന്റർനാഷണൽ രജിസ്ട്രേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാവുന്ന ഓഫീസാണ് ഇന്ത്യൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസ്. അതുകൂടാതെ ഈ ലിസ്റ്റിൽ കാണുന്ന കുറേയധികം കൺവെൻഷൻസ് ഉണ്ട്. ഇതെല്ലാം ഒന്നിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടില്ല. അറ്റ്ലീസ്റ്റ് ബേൺ കൺവെൻഷൻ, പാരീസ് കൺവെൻഷൻ, മാഡ്രിഡ് എഗ്രിമെന്റ്, പാറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റി, ഇങ്ങനെയുള്ള കുറച്ച് എഗ്രിമെന്റ്സ് നമ്മൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പാൻഷൻസ് വേണമെങ്കിൽ നമുക്ക് ഉപകാരപ്രദമാകും. Now coming to TRIPS agreement. TRIPS agreement കാര്യത്തിൽ പറയുന്നത് ട്രേഡ് റിലേറ്റഡ് aspects of intellectual property rights agreement. The agreement sets forth the minimum standards of protection to be provided by each member. WTO member ആയിട്ടുള്ള ഓരോ രാജ്യങ്ങളും മിനിമം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ മിനിമം ട്രിപ്സ് എഗ്രിമെന്റിൽ പറയുന്ന അത്രയെങ്കിലും പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. Each of the main elements of protection is defined, namely the subject matter to be protected, the rights to be conferred, and the permissible exceptions to those rules, and the minimum duration of protection. എത്ര വർഷം പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള കാര്യവും, എന്തൊക്കെ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതും, എന്തൊക്കെ സബ്ജക്ട് മാറ്ററിലാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതെന്നും ഒക്കെ ട്രിപ്സ് എഗ്രിമെന്റിലാണ് പറഞ്ഞിരിക്കുന്നത്. Setting standards, and I'll move on. And there are certain basic principles. ഈ രണ്ട് ബേസിക് പ്രിൻസിപ്പിൾസ് പലപ്പോഴും വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഒന്ന് നാഷണൽ ട്രീറ്റ്മെന്റ് എന്ന് പറയും. നാഷണൽ ട്രീറ്റ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ നാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an Indian, if he goes to UK, അവിടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ നാഷണലിന് എന്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുവോ അതേ പ്രൊട്ടക്ഷൻ ഒരു UK നാഷണൽ ഇന്ത്യയിൽ വന്നാൽ നമ്മൾ കൊടുക്കും. സോ യു വിൽ പ്രൊവൈഡ് എ ട്രീറ്റ്മെന്റ് സിമിലർ ടു ദാറ്റ് ഓഫ് our national citizen to a UK citizen also, if an Indian national is provided a similar protection there.
അവിടെ UK സിറ്റിസന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ ഇന്ത്യൻ നാഷണൽ കിട്ടുമെങ്കിൽ കൊടുക്കുമെങ്കിൽ അതേ പ്രൊട്ടക്ഷൻ UK നാഷണല് ഇന്ത്യൻ നാഷണൽ നമ്മൾ കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കും. ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ നാഷണൽ ട്രീറ്റ്മെന്റ്. ആസ് ഇഫ് നമ്മുടെ രാജ്യം, നമ്മുടെ നാഷണൽ, നമ്മുടെ സിറ്റിസൺ എന്നുള്ള നിലയിൽ UK സിറ്റിസനെയും ട്രീറ്റ് ചെയ്യും. അങ്ങനെയുള്ള നാഷണൽ ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ട്രിപ്സ് അഗ്രിമെന്റും WTO വർക്ക് ചെയ്യുന്നത്. വിച്ച് മീൻസ് ദാറ്റ് വേൾഡിൽ മുഴുവൻ ഒരു സ്മൂത്ത് ആയിട്ട് ട്രേഡ്, അല്ലെ ഇവിടെ നാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസും ഒക്കെ വരും, എല്ലാവർക്കും ആ രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ട് എന്നാണ്. ദ മോസ്റ്റ് ഫേവേർഡ് നേഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയും MFN ട്രീറ്റ്മെന്റ്. അതായത് ഈ പറയുന്ന ഒരു മൾട്ടിലാറ്ററൽ സിസ്റ്റം വരുന്നതിന് മുൻപ് പല രാജ്യങ്ങൾക്കും ഡിഫറെന്റ് ട്രേഡ് സ്റ്റേറ്റസ് ആണ് നമ്മൾ കൊടുത്തത്. ചില രാജ്യങ്ങളുമായിട്ട് നല്ലൊരു ബന്ധമാണ്, ചില രാജ്യങ്ങളുമായിട്ട് മോശം ബന്ധമായിരുന്നു, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ആണ്. അതുപോലുള്ള മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന് പറയുമ്പോൾ ആ നേഷൻ ഏത് രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നോ അതേ ട്രീറ്റ്മെന്റ് എല്ലാ രാജ്യങ്ങൾക്കും കൊടുത്തിരിക്കുന്നു. അപ്പോൾ WTO മെമ്പേഴ്സിന് മുഴുവൻ മോസ്റ്റ് ഫേവേർഡ് നേഷൻ ട്രീറ്റ്മെന്റ്, അതിന് ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കും എന്നുള്ള ഒരു ബേസിക് പ്രിൻസിപ്പിളിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് WTO system and TRIPS agreement അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനം these two systems or these two things may kindly be kept in mind. ട്രിപ്സ് അഗ്രിമെന്റ് പറയുന്നു, ട്രിപ്സ് അഗ്രിമെന്റിൽ പറയുന്നതിൽ കൂടുതൽ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ട്രിപ്സ് അഗ്രിമെന്റ് പ്രകാരം കോപ്പിറൈറ്റിന് ലൈഫ് ഓഫ് ദി ഓതർ പ്ലസ് 50 years, ഓതറിന്റെ ലൈഫ് ടൈം പ്ലസ് 50 വർഷം പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നാണ് ട്രിപ്സ് അഗ്രിമെന്റ് ആവശ്യം. അതാണ് മിനിമം സ്റ്റാൻഡേർഡ്, മിനിമം പ്രൊട്ടക്ഷൻ. പക്ഷേ ഇന്ത്യയിൽ ലൈഫ് ഓഫ് ദി ഓതർ പ്ലസ് 60 years കൊടുക്കും. 50 വർഷത്തിന് പകരം 60 വർഷം, 10 വർഷം നമ്മൾ കൂടുതൽ കൊടുക്കും. വിച്ച് മീൻസ് ദാറ്റ് ഏതെങ്കിലും മെമ്പർ രാജ്യത്തിന് ട്രിപ്സ് അഗ്രിമെന്റിൽ പറയുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഫേവറബിൾ ആയിട്ട് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതിൽ തെറ്റില്ല, കൊടുക്കുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ് പറയുന്നത്. അഡീഷണൽ പ്രൊട്ടക്ഷൻ ക്യാൻ ബി പ്രൊവൈഡ്. Now, implementation വേണ്ടിയിട്ട് you have a dispute settlement body also. And there is one more thing I should mention before I break for the day. That is about the connection between WTO and WIPO. WTO ഉം WIPO ഉം തമ്മിലുള്ള ബന്ധം ഇതാണ്. WTOയുടെ ട്രീറ്റി ആയിട്ടുള്ള ട്രിപ്സ് അഗ്രിമെന്റ്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അഗ്രിമെന്റ്. ട്രിപ്സ് അഗ്രിമെന്റ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയെ കുറിച്ച് ഉള്ള പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുന്നത് ഇതാണ്. പാരീസ് കൺവെൻഷനിലും ബേൺ കൺവെൻഷനിലും പറഞ്ഞിരിക്കുന്ന പ്രൊട്ടക്ഷൻ എല്ലാ രാജ്യങ്ങളും പ്രൊവൈഡ് ചെയ്തിരിക്കണം. സോ വാട്ട് ഹാപ്പൻസ് ഈസ് WIPO അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ട്രീറ്റീസ് ആണ് പാരീസ് കൺവെൻഷനും ബേൺ കൺവെൻഷനും നമ്മൾ കണ്ടു. അപ്പൊ ആ കൺവെൻഷനിൽ ഓൾറെഡി കോപ്പിറൈറ്റിനെ കുറിച്ചും ട്രേഡ് മാർക്കിനെ കുറിച്ചും ഡിസൈനെ കുറിച്ചും അങ്ങനെയുള്ള സബ്ജക്ട് മാറ്റേഴ്സിനെ കുറിച്ചും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷനെ കുറിച്ചൊക്കെ പറഞ്ഞ മറ്റ് ചില ട്രീറ്റീസ് ആണ്, ചിലതിനെ കുറിച്ച് പറഞ്ഞ ട്രീറ്റീസ് ഇല്ല. പക്ഷേ ഈ ബേൺ കൺവെൻഷൻ ആൻഡ് പാരീസ് കൺവെൻഷൻ മേജർ ആയിട്ടുള്ള കൺവെൻഷൻസ് ആണ്, തുടക്കം മുതലേ ഉള്ളതാണ്. പല റിവിഷൻസും കഴിഞ്ഞ് ലേറ്റസ്റ്റ് വേർഷനിൽ നിൽക്കുന്ന കൺവെൻഷൻസ്. ഈ കൺവെൻഷനുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രൊട്ടക്ഷൻ എല്ലാ രാജ്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം എന്നാണ് സത്യം പറയുകയാണെങ്കിൽ ട്രിപ്സ് അഗ്രിമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുശേഷം ട്രിപ്സ് അഗ്രിമെന്റ് പറയുന്നു, പക്ഷെ ചില കാര്യങ്ങൾ ഞങ്ങൾ അഡീഷണൽ പറയുന്നു. സോ ട്രിപ്സ് അഗ്രിമെന്റ് പ്രകാരമുള്ള WTO സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പാരീസ് ആൻഡ് ബേൺ പ്ലസ് സംതിങ്. ഫോർ എക്സാമ്പിൾ, കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയർ പ്രൊട്ടക്ഷൻ or കമ്പ്യൂട്ടർ പ്രോഗ്രാം പ്രൊട്ടക്ഷനെ കുറിച്ച് ബേൺ കൺവെൻഷൻ പറയുന്നു. എന്നുവെച്ചാൽ ബേൺ കൺവെൻഷന്റെ ലേറ്റസ്റ്റ് റിവിഷൻ വന്ന സമയത്ത് കോപ്പിറൈറ്റിൽ സോഫ്റ്റ്വെയർ പ്രൊട്ടക്റ്റബിൾ ആയിട്ടുള്ള സബ്ജക്ട് മാറ്ററായി മാറിയിരുന്നില്ല. അത് 60s ആയിരുന്നു. അന്ന് അതൊരു സബ്ജക്ട് മാറ്റർ അല്ല. അപ്പോഴ് ട്രിപ്സ് അഗ്രിമെന്റ് പറയുന്നത് കോപ്പിറൈറ്റിന്റെ കാര്യത്തിൽ ബേൺ കൺവെൻഷന്റെ റൂൾസ് ഫോളോ ചെയ്യണം, പ്ലസ് വാട്ട് എവർ ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ട്രിപ്സ് അഗ്രിമെന്റ്. അപ്പൊ ട്രിപ്സ് അഗ്രിമെന്റ് ശരിക്കും പറയുന്നത് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുമായിട്ട് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ ആ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതുപോലെ തന്നെ പാറ്റന്റുമായിട്ട് ബന്ധപ്പെട്ട് പാരീസ് കൺവെൻഷനിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഫോളോ ചെയ്യണം. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ട്രിപ്സ് അഗ്രിമെന്റ്. സോ ട്രിപ്സ് അഗ്രിമെന്റ് നമ്മൾ മുഴുവൻ മനസ്സിലാക്കുന്നത്, അല്ലെ ട്രിപ്സ് അഗ്രിമെന്റിന്റെ ഫൗണ്ടേഷൻ ശരിക്കും പറയുകയാണെങ്കിൽ WIPOയുടെ പാരീസ് കൺവെൻഷൻ, ബേൺ കൺവെൻഷൻ ആൻഡ് certain other conventions. So that is where WIPO and WTO converge.
ഇങ്ങനെ വൈപ്പോയുടെയും WTOയുടെയും സിസ്റ്റംസ് ചേർന്നുകൊണ്ടുള്ള ഒരു കൺവേർജ് ആയിട്ടുള്ള ഒരു ട്രേഡ് ഇന്റർനാഷണൽ ട്രേഡ് സിസ്റ്റത്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി മനസ്സിലാക്കുന്നത്. സോ വെൻ ബി നമ്മൾ സത്യം പറയുകയാണെങ്കിൽ ഡിസ്കസ് ചെയ്ത് വന്നത് നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആണ്. പക്ഷെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഈ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹിസ്റ്ററിയും ഒരു ഇന്റർനാഷണൽ ഡയമെൻഷനും ഒരു കൊമേഴ്ഷ്യൽ ഡയമെൻഷനും കൂടെ മനസ്സിലാക്കുന്നത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നി. സോ ദാറ്റ് ഇസ് ദ റീസൺ വൈ I thought of discussing this as well. I think with this we will wind up our discussion for the day. Theories for justification of intellectual property in the class are supposed to be in the educated. We will be dealing with that in the next class. And yeah, that's it for the day. If you have any clarifications to make, I think you can do that now. I think we'll have some time for that. If anybody has any doubts, you may please ask our resource person now. Any clarifications, participants? Actually, ഞാൻ കൊറോണ പോസിറ്റീവ് ആണ്. അതും വെച്ചോണ്ടാണ് ഞാൻ ക്ലാസ് എടുത്തത്. ഇപ്പം വലിയ പ്രശ്നമില്ല. ക്ലാസ് എന്തായാലും മിസ്സാകില്ല എന്ന് പേടിച്ചു. Oh, sir, that's so sweet of you. So kind of you, sir. So kind of you. Get well soon, sir. Get well soon. ലാസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. Sir, thank you very much. Sir, enna rest eduthollu sir. That's all. So I think Oh. we'll talk about theories of intellectual property in the next class. So all of you take care. Thank you so much. Bye for the time. Okay, sir. Before winding up, I would like to extend my sincere gratitude, sir. Thank you for your valuable words. Thank you for today's session, sir. So, dear students, before winding up, I would like to remind you that today we have another session up evening 5 p.m. The subject will be law of torts. I hope you all join on time. So that's it for today. Thank you, sir. Thank you so much. Get well soon, sir. Sir, with your permission, I'll leave. Thank you, sir. അതെ ഞാൻ സാറിനെ വിളിക്കാം. Okay, thank you very much. Thank you, sir. Okay. Thank you, sir.